ശക്തമായ കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. നമുക്കറിയാം, ഇതിനിടയിൽ തന്നെ നിരവധിയായ ചെറുതും വലുതുമായ നിരവധി ക്യാമ്പയിനുകൾ ഈ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് ഈ കർഷക സമരത്തിൽ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിരവധിയായ സമരങ്ങൾ ഏറ്റെടുത്ത പ്രസ്ഥാനമാണ് AIYF. അതിൻ്റെ തുടർച്ചയായിട്ടാണ് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഇത്തരമൊരു സമരം കൂടി സംഘടിപ്പിക്കാൻ വേണ്ടി AIYF നിശ്ചയിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഡൽഹിയിൽ ഇന്ന് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് കർഷകരാണ് തെരുവുകളിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രതികൂലമായ കാലാവസ്ഥയിലും ഏതാണ്ട് തണുത്തുറയുന്ന മഞ്ഞത്ത് അങ്ങനെയൊരു സമരത്തിലേക്ക് കർഷകർ പോകാനുണ്ടായ സാഹചര്യം, അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ കരുനിയമങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്തെ കർഷകർ ഇത്ര വലിയ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള രാജ്യത്താണ് നമുക്കെല്ലാം അന്നം നൽകുവാൻ കഷ്ടപ്പെടുന്ന കർഷകരായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ മാത്രമല്ല, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം എത്രയോ തീരുമാനങ്ങളിലൂടെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ കുത്തകകളായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന ആളുകളാണ് തങ്ങളെന്ന് ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയും അത്തരം തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്യുന്ന സാഹചര്യം നമുക്ക് മുന്നിലുണ്ടായി. അപ്പോ അതിനെല്ലാം തുടർച്ചയായിട്ടാണ് ഏറ്റവും അവസാനം കർഷകരെ എല്ലാം ഇല്ലാതാക്കുന്ന, അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ഏറ്റവും ശക്തമായ സമരത്തിന് ജീവിക്കാൻ ഇങ്ങനെ ഒരു സമരമല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന് കർഷകരെ ചിന്തിപ്പിക്കുന്ന നിലയിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയത് രാജ്യം ഭരിക്കുന്ന ഗവൺമെന്റാണ്. ഞാൻ ഏറെ ദീർഘിപ്പിച്ച് അത്തരം സാഹചര്യങ്ങൾ പറഞ്ഞു പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് നമുക്കറിയാം, ഈ രാജ്യത്ത് നടക്കുന്ന സമരവുമായി, ഡൽഹിയിൽ നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട ആ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് രാജ്യത്തെമ്പാടും ഒട്ടേറെയായ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയും കഴിഞ്ഞ 8 ദിവസക്കാലമായി ഇടതുപക്ഷ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊല്ലത്തുൾപ്പെടെ തുടർച്ചയായി ദിവസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമരപന്തലിലാണ് AIYFന്റെ ഈ രാത്രി സമരവും നടക്കുന്നത്. തീർച്ചയായും അത് രാജ്യത്തെമ്പാടും ഇങ്ങനെ ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും പതിനായിരക്കണക്കിന് ആളുകൾ പുതുതായി ഈ സമരത്തിന് അണിനിരക്കുന്ന സാഹചര്യം നമ്മുടെ രാജ്യത്ത് ഈ സമരവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ആ സമരം ഏറ്റവും കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, ആ സമരം വിജയം വരെ അതിനൊപ്പം ആ സമരത്തിനൊപ്പം നിന്ന് പോരാടുവാൻ ഈ രാജ്യത്തെ കർഷകർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ആ കർഷകർക്കൊപ്പം AIYF ഉണ്ടാകുമെന്ന് പ്രഖ്യാപിക്കൽ കൂടിയാണ് ഈ സമരത്തിലൂടെ AIYF ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, ഇതിനകം തന്നെ AIYFന്റെ സഖാക്കൾ ഡൽഹിയിലേക്ക് ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കേരളത്തിൽ ഉൾപ്പെടെ പോയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായ ആ സമരത്തിനൊപ്പം നിൽക്കാൻ, ആ സമരത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് ആ സമരത്തിന്റെ വിജയം എത്തിക്കുന്നതിന് വരെയുള്ള പ്രക്ഷോഭത്തിൽ അണിനിരക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് AIYF ഈ സമരവുമായി ബന്ധപ്പെട്ട മുന്നോട്ട് പോകുന്നത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ സമരത്തിന് അധ്യക്ഷത വഹിക്കുന്നത് AIYFന്റെ ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് S വിനോദ് കുമാറാണ്. ഏറെ ആദരവോടുകൂടി സഖാവിനെ ഈ യോഗത്തിലേക്ക്, ഈ സമരത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് മുല്ലക്കൽ രത്നാകരൻ MLA ആണ്. ഏറെ ആദരവോടെ, ഏറെ സ്നേഹത്തോടു കൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്യുവാൻ കിസാൻ സഭയുടെ ജില്ലാ സെക്രട്ടറിയും AIYFന്റെ മുൻ സംസ്ഥാന സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് PS സുബാൽ ഇവിടെയുണ്ട്. അദ്ദേഹത്തെ ഏറെ സന്തോഷത്തോടെ, ഏറെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ തന്നെ കർഷക സംഘത്തിന്റെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. രണ്ടുപേരെയും ഏറെ സന്തോഷത്തോടുകൂടി, ഏറെ ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്.
അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി സഖാവ് അഡ്വക്കേറ്റ് ജി ലാലു ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏറെ സന്തോഷത്തോടുകൂടി ആദരവോടുകൂടി ആ സഖാവിനെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന AIYF-ന്റെയും AISF-ന്റെയും നേതാക്കന്മാർ, പ്രിയമുള്ള കർഷകരായിട്ടുള്ള ആളുകൾ, മുഴുവൻ ആളുകളെയും ഈ മുഴുവൻ സമര സഖാക്കളെയും ഏറെ സന്തോഷത്തോടുകൂടി പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ രാത്രി സമരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയും മുൻ സംസ്ഥാന കിസാൻ സഭ ജില്ലാ സെക്രട്ടറി സാവ് PS കുമാർ, സാവ് ജി ലാലു, സാവ് ബാൽഡുവിൻ, സാവ് ബിജു, ഇവിടെ സന്നിഹിതരായിട്ടുള്ള AIYF-ന്റെ ഈ സമരത്തിൽ പങ്കുചേരുന്ന സഖാക്കളെ, മറ്റ് പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നാട്ടുകാരെ, കുറവുകൊണ്ടോ മനഃപൂർവ്വം മുതലാളിത്തത്തിനോ ജന്മിത്വത്തിനോ അനുകൂലമായ നയങ്ങൾ സ്വീകരിക്കുന്നത് കൊണ്ടോ പല വിധത്തിൽ അധ്വാനിക്കുന്ന മനുഷ്യൻ പരിതാപകരമായ അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട്. ആധുനിക കാലത്ത് ജനാധിപത്യ സംവിധാനത്തിൽ ജാതിയോ മതമോ പണമോ കരുത്തോ സൗന്ദര്യമോ മറ്റേതെങ്കിലും ഘടകങ്ങൾ ചേർന്നാൽ ഈ ജനാധിപത്യ സംവിധാനത്തെ തന്നെ തെറ്റായ വഴിയിലൂടെ കൊണ്ടുപോയി മനുഷ്യരെ വേദനിപ്പിക്കുന്ന കൂട്ടർക്ക് അധികാരത്തിലെത്താൻ ഇവിടെ മാത്രമല്ല പരിഷ്കൃത സമൂഹത്തിൽ ലോകത്ത് പലയിടത്തും പറ്റുന്നുണ്ട്. മുതലാളിത്തത്തിൻ്റെ പ്രചരണ സംവിധാനങ്ങളും മറ്റ് മാധ്യമങ്ങളുടെ സ്വാധീനവും ഒക്കെ അധികാരത്തിലെത്തുന്നതും ആ അധികാരം തുടരുന്നതും. പക്ഷെ ഇത് തിരിച്ചറിയുന്ന മനുഷ്യരുണ്ട്. ആ തിരിച്ചറിയുന്ന മനുഷ്യർ പൊതുവെ വേദനിക്കുന്നവരെല്ലാം സംഘടിച്ച് എതിർത്ത് ഒരു ജനാധിപത്യ രീതിയിൽ തന്നെ മുന്നോട്ട് വരുന്നതിന് ധാരാളം തടസ്സങ്ങളാണ്. റോഡുകളിൽ തമ്പടിച്ച് അവർ തന്നെ കൊണ്ടുവന്ന ആഹാരം വേവിച്ച് കഴിച്ച് സമാധാനപരമായി ഉറങ്ങി ഉണർന്ന് മുദ്രാവാക്യങ്ങളെല്ലാം വിളിച്ച് അവരെവിടെ സമരം ചെയ്യുകയാണ്. ആ സമരം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലെ അപൂർവ ശോഭയുള്ള ഒരു സമരമായി തീർന്നിരിക്കുകയാണ്. ആ സമരത്തോട് നാളെ ഇന്ത്യയിലെ തൊഴിലാളി വർഗം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതിഷേധ ദിനം ആചരിക്കുകയാണ്. ഇന്ത്യയിലെ AIYF കേരളത്തിലെമ്പാടും ഈ രാത്രി സമരം നടത്തി അതിനോട് അനുഭവം പ്രകടിപ്പിച്ച് പങ്കുചേരുകയാണ്. വിദ്യാർത്ഥികളും മറ്റുള്ളവരും ആ സമരത്തെ തങ്ങളുടെ സമരമാക്കി തന്നെ മാറ്റുകയാണ്. കാരണം ഇവിടെ വന്നു കിടക്കുന്ന മനുഷ്യരുടെ വീട്ടിലെ ചെറുപ്പക്കാരാണ് ഇന്ത്യയിലെ AIYF-ഉം യൂത്ത് കോൺഗ്രസും യുവമോർച്ചയും DYFI-യും എല്ലാം മറ്റുള്ള ചെറുപ്പക്കാരും. ഇതൊന്നിലുമില്ലാത്ത ചെറുപ്പക്കാരും അവരുടെ വീടുകളിലുള്ളവരാണ്. അവരുടെ വീടുകളിലെ വിദ്യാർത്ഥികളാണ് ഇന്ത്യയിലെ എല്ലാ വിദ്യാർത്ഥി സംഘടനകളിലും പെട്ടവരും പെടാത്തവരുമായ മനുഷ്യർ. ഇവർക്കെല്ലാം ആഹാരം കൊടുക്കുന്നത് ഈ ഡൽഹി തമ്പടിച്ചിരിക്കുന്ന മനുഷ്യർ കൃഷിഭൂമിയിൽ പണിയെടുക്കുന്നത് കൊണ്ടാണ്. അപ്പൊ എല്ലാവരും കൂടി പങ്കുചേരേണ്ട, എല്ലാവർക്കും ബാധ്യതയുള്ള, എല്ലാവരും കൂടി വിജയിപ്പിക്കേണ്ട ഒരു സമരമാണ് കർഷകർ നടത്തുന്നത്. അത് പതുക്കെ പതുക്കെ രാജ്യത്തിലെ എല്ലാ വിഭാഗം മനുഷ്യർക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബോധ്യമാവുകയാണ്. BJP-യിൽ തന്നെ അതുകൊണ്ട് ആദ്യം ചെറുതായും ഇപ്പം വലുതായും ഈ സമരത്തിന് അനുകൂലമായ അഭിപ്രായം രൂപപ്പെടുകയാണ്. BJP-യുടെ കൂടെ നിൽക്കുന്ന കക്ഷികൾ ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിക്കാൻ ഗവൺമെന്റിൽ നിന്ന് രാജിവെക്കുകയാണ്. അവർ NDA വിടുകയാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യുകയാണ്.
ഇന്ത്യയിലെ വലിയ തരത്തിൽ സെലിബ്രിറ്റികളായ സിനിമാക്കാരും സാംസ്കാരിക പ്രവർത്തകരും മറ്റുള്ളവരുമെല്ലാം ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് ഇതിൽ പങ്കുചേരാൻ വേണ്ടി പരസ്യമായി രംഗത്ത് വരികയാണ്. ഇത് BJP ഗവൺമെന്റിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ ഞങ്ങൾ നിയമം പിൻവലിക്കുകയില്ല, പക്ഷെ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നത്. ആദ്യ സമയത്ത് നരേന്ദ്രമോദിയും അമിത്ഷായും എല്ലാം ചർച്ചയ്ക്ക് പോലും തയ്യാറല്ലായിരുന്നു. ഇപ്പൊ നാളെ കഴിഞ്ഞല്ല നാളെ ചർച്ച ചെയ്യുകയാണ്. പക്ഷെ ചർച്ച വിജയത്തിലെത്തും എന്ന് പറയാൻ പറ്റുകയല്ല. കാരണം ഈ നിയമം കൊണ്ടുവന്നത് ഇന്ത്യയിലും ലോകത്തുമുള്ള കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ്. ഈ കോർപ്പറേറ്റുകളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, ലാഭം കിട്ടിത്തുടങ്ങിയാൽ എല്ലാ മേഖലയിൽ നിന്നും ലാഭം കിട്ടാനുള്ള മോഹം ഉണ്ടാവും. അപ്പൊ ലോകത്ത് ഏത് കാലത്തും ഏറ്റവും കൂടുതൽ ലാഭം കിട്ടാനുള്ള ഒരു മേഖല നമ്മുടെ ആഹാര കമ്പോളമാണ്. സത്യത്തിൽ ആഹാര കമ്പോളമാണ് കുടുംബങ്ങളുടെ നിയന്ത്രണത്തിലുള്ള കമ്പോളവൽക്കരിക്കപ്പെടാത്ത ഒരു സാധനം. പക്ഷെ അത് കമ്പോളവൽക്കരിക്കപ്പെട്ടാൽ ചൂഷണം കുറച്ചുകൂടി എളുപ്പമാണ്. നമ്മൾ നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യുകയും അത് നമ്മുടെ അടുക്കളകളിൽ അമ്മമാർ വേവിക്കുകയും വൈകിട്ട് എല്ലാവരും കൂടെ ഒത്തിരുന്ന് കഴിക്കുകയും അത് പിന്നെ ആവർത്തിക്കുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഈ ആഹാര കമ്പോളം മിക്കവാറും മനുഷ്യന്റെ നിയന്ത്രണത്തിലായിരിക്കും. നഗരങ്ങളിൽ മാത്രമേ കുറച്ച് ആഹാര കമ്പോളം സജീവമാവൂ. പക്ഷെ ബോധപൂർവം കോർപ്പറേറ്റുകൾക്ക് ആഹാര കമ്പോളത്തെ വിപുലപ്പെടുത്താം. വീട്ടിൽ ആഹാരം ഉണ്ടാക്കുന്ന ശീലത്തെ ഇല്ലാതാക്കാം. നിങ്ങൾക്ക് നല്ല ആഹാരത്തെ നിങ്ങളിൽ നിന്ന് മാറ്റാം. നിറവും മണവും ഒക്കെയുള്ള വരുത്തി കഴിക്കാവുന്ന ഒരുപാട് കാലം കേടുകൂടാതിരിക്കുന്ന ആഹാരത്തെ നിർമ്മിക്കാം. എന്നിട്ട് ആ ആഹാരം നിങ്ങൾക്ക് നൽകാം. ആ ആഹാരത്തിലൂടെ നിങ്ങൾക്കൊരു രോഗവും നൽകാം. അതിലൂടെ അവരുണ്ടാക്കുന്ന മരുന്നും നൽകാം. അങ്ങനെ നിങ്ങളുടെ ശരീരത്തിനും ജീവനും കൃത്യമായി ലാഭകരമായ വിലയിടാം. ഇപ്പൊ ലോകത്തിലെ ആഹാര കമ്പോളം വിപുലപ്പെടുകയാണ്. ലോകത്തിലെ കോർപ്പറേറ്റുകളുടെ വലിയൊരു ധാരണ, കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ആഹാര കമ്പോളം ഇന്നുള്ളതിൻ്റെ 4-5 ഇരട്ടി വളരുമെന്നാണ്. നിങ്ങൾ ഈ ടെക്നോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവരെ ശ്രദ്ധിച്ചാൽ അറിയാം. അവർ വർക്ക് ചെയ്യുമ്പോൾ അവരുടെ മുന്നിൽ ഒരു കവർ ബിസ്ക്കറ്റ് ഇരിക്കും. ആ ബിസ്ക്കറ്റിന്റെ പേരൊക്കെ നോക്കിയാൽ അറിയാം, അത് വീട്ടിലുണ്ടാക്കുന്ന ബിസ്ക്കറ്റ് അല്ല, അത് ഇന്ത്യയിലെ തന്നെ വലിയ കോർപ്പറേറ്റുകളോ ലോക കോർപ്പറേറ്റുകളോ രണ്ടും കൂടെ ചേർന്നവരോ ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇത് കഴിച്ച് ശീലിച്ചാൽ പിന്നെ ഇതല്ലാതെ വേറൊന്നും കഴിക്കാൻ പറ്റില്ല. ഇതിന്റെ വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പണി ചെയ്തുകൊണ്ട് കഴിക്കാമെന്നാണ്. അപ്പൊ നമ്മുടെ സ്വഭാവത്തെ മാറ്റുക എന്നതാണ് കോർപ്പറേറ്റുകൾ ചെയ്യുന്ന ആദ്യത്തെ ജോലി. അതുകൊണ്ട് പതുക്കെ ഈ നരേന്ദ്രമോദിയും വിശ്വസിക്കുന്നത് ഈ ആഹാര കമ്പോളത്തിലേക്ക് കോർപ്പറേറ്റുകൾ വന്നാൽ നമ്മുടെ സ്വഭാവത്തെ അവർ മാറ്റിക്കൊള്ളും. മനുഷ്യന്റെ ഏറ്റവും പെശക് പിടിച്ച ഒരു അവയവം നാക്കാണ്. നമ്മൾ ഒരുപാട് വർത്തമാനം പറയാനും ആഹാരം കഴിക്കാനും രുചിയുള്ളത് കഴിക്കാനും കയ്പുള്ളത് കഴിക്കാതിരിക്കാനും അങ്ങനെ നമ്മുടെ ഇഷ്ടങ്ങൾ നിർമ്മിക്കാനും ഒരു കമ്പോളത്തിന് കഴിയുന്നത് നമ്മുടെ നാക്കിനെ പിടിച്ച് എടുത്താണ്, നമ്മുടെ ബുദ്ധിയെ മരവിപ്പിച്ചാണ്. അങ്ങനെ ബുദ്ധിയെ മരവിപ്പിക്കുകയും നാക്കിനെ സ്വാധീനിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്വം കോർപ്പറേറ്റുകൾ ഏറ്റെടുത്ത് കഴിഞ്ഞ ഒരു കാലത്ത് അതിനെതിരായ സമരത്തിൽ കൃത്യമായി വരാൻ കഴിയുന്ന ഏറ്റവും വലിയ വിഭാഗം മഹാത്മാഗാന്ധി പണ്ടേ കണ്ടത് കർഷകരാണ്. കർഷകർക്കായിരിക്കും ഇന്ത്യയെ മാറ്റാനും നിയന്ത്രിക്കാനും കഴിയുന്നത്. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി സ്വാതന്ത്ര്യ സമരകാലത്ത് ഒരു ബ്രിട്ടീഷ് കോടതിക്ക് മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുമ്പോൾ അദ്ദേഹത്തോട് ആ കോടതിയിലെ ജഡ്ജി ചോദിച്ചു, നിങ്ങൾ ആരാണെന്ന്. ഈ വടിയും കുത്തി ഒരു ഒറ്റ മുണ്ടെടുത്ത് അർദ്ധനഗ്നായി നിന്ന മുടി പറ്റ വെട്ടിയ ചെറുതായി മാത്രം വീശയുള്ള ഈ പ്രായമായ മനുഷ്യരോട് ആ ജഡ്ജി ചോദിച്ചപ്പോൾ മഹാത്മാഗാന്ധി പറഞ്ഞത്, ഞാൻ ഒരു കർഷകനാണ്. അതിന്റെ അർത്ഥം ഒരു കർഷക മനസ്സെന്നാണ്.
ഒരു കാർഷിക സംസ്കാരം എന്നാണ്. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടെ പറഞ്ഞു, ഞാൻ കർഷകൻ മാത്രമല്ല, ഞാനൊരു നെയ്ത്തുകാരൻ കൂടിയാണ്. അപ്പൊ ഇന്ത്യയിലെ ജീവിതം നിങ്ങൾ മനസ്സിലാക്കണം. ഗാന്ധി പറഞ്ഞ ആ രണ്ടെണ്ണത്തിലാണ് ഇന്ത്യ ജീവിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മനുഷ്യന് തൊഴിൽ കൊടുക്കുന്ന ഒന്നാമത്തത് കൃഷിയാണ്, രണ്ടാമത്തത് നെയ്ത്താണ്. ഇത് രണ്ടും ആധുനിക കാലത്ത് ബോധപൂർവം ഇന്ത്യയിൽ തകർന്നു പോയിട്ടുണ്ട്, തകർത്ത് കളഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിലെ കർഷകൻ ഇന്നുള്ള സ്ഥാനം കുറഞ്ഞു വരികയും ആ ഉള്ള കർഷകരെ കോർപ്പറേറ്റുകൾക്ക് 3 നിയമങ്ങളിലൂടെ സംഭാവന ചെയ്യുകയും ചെയ്യുന്ന ഒരു തെറ്റിനെതിരെ ആശങ്കയുള്ള കർഷകർ, നമ്മുടെ ഇവിടുത്തെ കർഷകർ പോലെയല്ല, കുറച്ചുകൂടെ കരുത്തുള്ള കർഷകരാണ്. ആ കർഷകരൊക്കെ വരുന്നത് കണ്ടാൽ നിങ്ങൾക്കറിയാം, അവർ ട്രാക്ടറിലാണ് വരുന്നത്, കാറിലല്ല വരുന്നത്. നമ്മൾ സാധാരണ ഒരു സ്ഥലത്ത് പോകുന്നത് കാറിലാണ്. എന്നാൽ ഈ ഡൽഹിയിൽ വന്ന കർഷകർ വന്നത് കാറിലല്ല. അവർക്ക് കാറില്ല, പക്ഷേ അവർക്ക് ട്രാക്ടറുണ്ട്. അതായത് പാടത്ത് പണിയെടുക്കാനും ആ പണിയെടുക്കുന്നിടത്ത് ആളെ എത്തിക്കാനും അവിടെ വിത്തുകൾ എത്തിക്കാനും വളം എത്തിക്കാനും വേണ്ടി വന്നാൽ മറ്റ് കൃഷി സാധനങ്ങൾ എത്തിക്കാനും ഒക്കെ അവർ ശ്രമിക്കുന്നത് ഈ ട്രാക്ടറിലാണ്. കൊയ്തു കൊണ്ട് പോകുന്നതും ഈ ട്രാക്ടറിലാണ്, യാത്ര ചെയ്യുന്നതും ഈ ട്രാക്ടറിലാണ്. ട്രാക്ടർ അവരുടെ ഒരു ജീവിതോപാധിയാണ്. ഇപ്പോഴതൊരു സമരായുധം കൂടിയാണ്. ഇതാണ് നരേന്ദ്രമോദി പേടിക്കുന്നത്. ഈ കാറിൽ വരുന്നവന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മളിപ്പോ കൊല്ലത്ത് സമരത്തിന് കാറിൽ വന്നാൽ വൈകിട്ട് നേരത്ത് കാറിൽ തിരിച്ചു പോകണം. പക്ഷെ ട്രാക്ടറിൽ വരുന്നവന് അങ്ങനെ തിരിച്ചു പോകണമെന്ന് വലിയ ആഗ്രഹമില്ല. അവൻ ജയിച്ചേ തിരിച്ചു പോകും. അതാണ് നരേന്ദ്രമോദി ഭയപ്പെടുന്നത്. നരേന്ദ്രമോദി ഭയപ്പെടുന്ന തരത്തിൽ തൊഴിലാളികൾ വരുമ്പോഴും നരേന്ദ്രമോദിക്ക് ഭയമില്ല. കാരണം അവർക്ക് തിരിച്ചു പോകാൻ മോഹമുണ്ട്. പക്ഷേ ഇവർക്ക് തിരിച്ചു പോകണമെങ്കിൽ ജയിച്ചുകൊണ്ടേ പോകാൻ പറ്റും, അല്ലെങ്കിൽ മരിച്ചു വീഴാം. ഇപ്പൊ 40-ലധികം മനുഷ്യർ മരിച്ചു വീണത് അവർ പേടിക്കുന്നില്ല. പേടിക്കുന്നത് അവർ മരിച്ചു വീഴുമ്പോൾ നമ്മളാണ്, നരേന്ദ്രമോദിയാണ്. അവർക്ക് വീട്ടിലാണെങ്കിലും മരിച്ചേ പറ്റൂ, ഈ തണുപ്പ് കൊണ്ടേ പറ്റൂ പാടത്ത്. പക്ഷേ അവർ ഡൽഹിയിലെ തെരുവിൽ വന്ന് ഈ നിയമം പിൻവലിക്കുന്നത് വരെ അവർ മഞ്ഞ് കൊള്ളാൻ തീരുമാനിച്ചവരാണ്. മഞ്ഞ് കൊണ്ട് മരിക്കുന്നെങ്കിൽ മരിക്കാൻ തീരുമാനിച്ചവരാണ്. ഈ ട്രാക്ടറിൽ ആകെ ഉള്ളത് ഗോതമ്പ് പൊടിയാണ്, കുറച്ച് എണ്ണയാണ്. അത് ചുടാനുള്ള അടുപ്പ് കൂട്ടാൻ അവർ റോഡരികിൽ കല്ല് കൂട്ടുകയാണ്. എന്നിട്ട് ആ കല്ലെല്ലാം രാവിലെ അവർ തന്നെ എടുത്തു മാറ്റി വൃത്തിയാക്കുകയാണ്. അവർ കിടക്കുന്നിടത്ത് ഒരു അഴുക്കുമില്ല. അത് കർഷകന്റെ പ്രത്യേകതയാണ്. അവന്റെ ഇടം വൃത്തിയാക്കാനും, ഈ കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം വൃത്തിയാക്കുന്നിടത്ത് വിത്തിടുക എന്നാണ്. അവൻ സത്യത്തിൽ ഒരു സമരത്തിന്റെ വിത്താണ് ഇന്ത്യയിൽ ഇട്ടത്. ആ സമരത്തിന്റെ വിത്തിടാൻ കളമൊരുക്കി കൊടുത്തത് ഈ തെറ്റായ നരേന്ദ്രമോദിയുടെ 3 കർഷക വിരുദ്ധ നിയമങ്ങളാണ്. അവൻ ആ നിയമങ്ങളോട് അവന്റെ ആശങ്ക കൊണ്ട് പ്രതികരിച്ചേ പറ്റൂ. അപ്പൊ അവന്റെ നേരിട്ടുള്ള മക്കളൊന്നുമല്ല നിങ്ങൾ. പക്ഷേ ആ അന്നമുണ്ടാക്കുന്നത് ഒരർത്ഥത്തിൽ കഴിക്കുന്നവരിൽ കേരളത്തിലെ നിങ്ങളും ഞാനും എല്ലാവരും ഉൾപ്പെടും. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഉൾപ്പെടും. LDFും UDFും BJPയും ലീഗും എല്ലാം ഉൾപ്പെടും. അപ്പൊ എല്ലാം ഉൾപ്പെടുന്ന മനുഷ്യനെ, ഒരുപക്ഷെ ഇന്ത്യയിലെ എല്ലാ മനുഷ്യർക്കും ബന്ധമുള്ളത് ഇന്ത്യയിലെ കർഷകനുമായിട്ടാണ്. പരോക്ഷമായോ നേരിട്ടോ ആ ബന്ധമുണ്ട്. ആ ബന്ധമുള്ള മനുഷ്യരെല്ലാം കൂടി ബന്ധിപ്പിക്കുന്ന ഒരു സമരരൂപമാണ് ഈ കർഷകർ നടത്തുന്ന സമരരൂപം. ഈ ഇന്ത്യയെക്കുറിച്ച് ഏറ്റവും കൃത്യമായി പറഞ്ഞിട്ടുള്ള, ഒരുപക്ഷെ അറിഞ്ഞിട്ടുള്ള മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം നയിക്കുന്ന കാലത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് അദ്ദേഹം ഡൽഹിയിൽ താമസിക്കുന്നത്. അതുവരെ അദ്ദേഹം താമസിച്ചത് 2 ആശ്രമങ്ങളിലാണ്. ഒരു ആശ്രമത്തിന്റെ പേര് നിങ്ങൾക്കറിയാം. ആദ്യം അദ്ദേഹം താമസിച്ചത് സബർമതി. സബർമതി എന്ന് പറയുന്ന ഒരു നദിയുടെ പേരാണ്. ആ നദീ തീരത്താണ് സബർമതി ആശ്രമം. ഞാൻ
ഒരു 5-6 മാസം മുമ്പ് ആ സബർമതി ആശ്രമത്തിൽ പോയ ആളാണ്. ഇപ്പോഴും പഴയതുപോലെ കുറച്ച് ഇതൊക്കെ വന്നെങ്കിലും പണ്ട് മീരാബൻ താമസിച്ചതും ആ കുടിലും പിന്നെ അവിടുത്തെ മരങ്ങളും, ആ മരങ്ങൾക്ക് ഗാന്ധി നട്ടത് ആണെന്ന്, അല്ലെങ്കിൽ മീരാബൻ നട്ടതാണെന്ന്, അല്ലെങ്കിൽ വിനോബാ ഭാവെ നട്ടതാണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങളും എപ്പോഴെങ്കിലും പോകാൻ പറ്റുമെങ്കിൽ അഹമ്മദാബാദ് നഗരത്തിലുള്ള സബർമതി ആശ്രമത്തിൽ പോകണം. ആ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധി ഒരു സമരത്തിലൂടാണ് ഞാൻ ഇനി ഇവിടെ ജയിച്ചേ തിരിച്ചു വരുമെന്ന് പ്രഖ്യാപിച്ചത്. അതൊരു കർഷകന്റെ ശബ്ദമാണ്. ആ കർഷകന്റെ ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞത് ദണ്ഡി യാത്രയ്ക്ക് തൊട്ട് മുമ്പാണ്. അത് 1930 നാട്ടുകാരോടും പറഞ്ഞത്, ഞങ്ങൾ തിരിച്ചു വരുന്നെങ്കിൽ ഈ 3 നിയമങ്ങൾ കരിച്ചു കളഞ്ഞ് ജയിച്ച് തിരിച്ചു വരും. അവിടെയാണ് ഗാന്ധിയും ഈ കർഷകരും യോജിക്കുന്നത്. അവരതുകൊണ്ട് ഈ ദണ്ഡി യാത്ര മഹാത്മാഗാന്ധി നടത്തിയതുപോലെ അദ്ദേഹം നടന്നാണ് പോയത്. ഇവർ നടന്നും ട്രാക്ടറിലും ഒക്കെ കൂടിയാണ് ഈ ഡൽഹിയിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. മഹാത്മാഗാന്ധി രണ്ടാമത് താമസിച്ചത് മഹാരാഷ്ട്ര സംസ്ഥാനത്തിലെ വാർധയിലാണ്. അവിടെയും ഞാൻ ഒരു 5-6 മാസം മുമ്പ് ഈ യാത്രയിൽ പോയി. അവിടെ പിന്നെ പഴയതുപോലെ തന്നെയാണ്. മഹാത്മാഗാന്ധി കിടന്നത് ആ വെറും തറ, അതിൻ്റെ അടുത്തുള്ള ഒരു കട്ടിൽ, അദ്ദേഹത്തിൻ്റെ ഭാര്യ താമസിച്ച കസ്തൂർബായിയുടേത് എല്ലാം അതുപോലെ തന്നെ ഉണ്ട്. വാർധ അവിടെ പോയാൽ ആളുകൾക്ക് 100 രൂപ കൊടുത്താൽ താമസിക്കാൻ കിട്ടുന്ന മുറികളുണ്ട്. ആ വാർധ ആശ്രമത്തിന്റെ നേരെ എതിരിന്, ആശ്രമത്തിന് തന്നെ ഭാഗമാണ്. ആ മഹാത്മാഗാന്ധി അദ്ദേഹം സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഈ ആശ്രമവുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് തൽക്കാലം ഉപേക്ഷിക്കേണ്ടി വന്നു. അദ്ദേഹം ഡൽഹിയിൽ പകിട്ടുള്ള ഒരു ബംഗ്ലാവിൽ താമസിച്ചത് അപ്പോഴാണ്. ഈ കൂരകളിൽ താമസിച്ച ആശ്രമവാസിയായ മനുഷ്യൻ പകിട്ടുള്ള ബംഗ്ലാവിൽ താമസിച്ചത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കലാപം കൊണ്ട് കലുഷിതമായ ഡൽഹിയിൽ അദ്ദേഹം താമസിച്ചത് ബിർള മന്ദിറിലാണ്. അവിടെ വെച്ചാണ് അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. ആ ബിർള മന്ദിറിൽ താമസിക്കുന്ന കാലത്ത് അന്ന് ഇന്ത്യയിലെ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റനാണ്. മൗണ്ട് ബാറ്റൻ ഒരു ദിവസം പഞ്ചാബിൽ എവിടെയോ പോയി ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ച് അദ്ദേഹത്തിന്റെ വാഹന വ്യൂഹം ഇങ്ങനെ ഡൽഹിയിലേക്ക് വരുമ്പോൾ ആ ഡൽഹിയിൽ എത്തിച്ചേർന്നതിന് തൊട്ടു മുമ്പ് മൗണ്ട് ബാറ്റന്റെ ഡ്രൈവറോട് പറഞ്ഞു, എനിക്ക് സ്റ്റേറ്റിനെ കുറിച്ച് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാൻ ഗാന്ധിയുടെ അടുത്ത് എത്തേണ്ടതുണ്ട്, അതുകൊണ്ട് വാഹന വ്യൂഹം അങ്ങോട്ട് വിടാൻ. അങ്ങനെ എല്ലാ വാഹനങ്ങളും കൂടെ വന്ന് പൊടിപടലം ഉയർത്തി ഒരു 2 മണിയായപ്പോൾ ഗാന്ധിയുടെ താമസിക്കുന്ന ബിർള മന്ദിരത്തിന്റെ മുമ്പിൽ നിന്നപ്പോൾ ഈ ബഹളം കേട്ട് ഗാന്ധിയുടെ അവിടെ താമസിക്കുന്ന പ്യാരേലാലും മറ്റു ചിലരും ഓടി വന്ന് എന്താണ് സംഗതി എന്ന് അന്വേഷിച്ചപ്പോഴാണ് മൗണ്ട് ബാറ്റൻ ഇറങ്ങുന്നു, അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ ഇറങ്ങുന്നു. അപ്പൊ മൗണ്ട് ബാറ്റനാണ് വന്നിരിക്കുന്നത്, പ്രത്യേകിച്ചൊരു മുന്നറിയിപ്പില്ലാതെ എന്ന് കണ്ട് അവർ ഓടിച്ചെന്ന് ഗാന്ധിയുടെ വാതിലിൽ ഒന്ന് മുട്ടി. അപ്പം തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് ഗാന്ധി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് 2-3 കർഷകരുമായിട്ടാണ്. ഗാന്ധിയെ പോലെ തന്നെ അർദ്ധനഗ്നരായ മനുഷ്യർ, അവരുടെ ശരീരത്തിൽ ഗാന്ധിയെ പോലെ തന്നെ മുഴുവൻ മറയ്ക്കാനുള്ള തുണിയില്ല. അവരുടെ കാലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള കൂടിയ ചെരുപ്പില്ല. അവർ ഒരുപാട് ആഹാരം കഴിച്ച് വെളുത്തു തുടുത്ത അവരുടെ ശരീരത്തിന്റെ അഴകില്ല. അവരെ കണ്ടാൽ തന്നെ അറിയാം ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. അവർ എന്തൊക്കെയോ പറയുന്നു, ഗാന്ധി അതെല്ലാം കേൾക്കുന്നു. അപ്പോൾ ഈ ഓടിച്ചെന്ന സുശീല നയ്യാർ എന്ന് പറയുന്ന ഡോക്ടർ ഗാന്ധിയോട് പറഞ്ഞു, അവർ ഗാന്ധിയുടെ ഒരു ഏറ്റവും വലിയ അവർ ഡോക്ടറാക്കിയത് തന്നെ ഗാന്ധിയാണ്. ഗാന്ധിയോട് പറഞ്ഞു, മൗണ്ട് ബാറ്റൻ വന്നിരിക്കുന്നു. ഗാന്ധി ഒട്ടും പരിഭ്രമമില്ലാതെ അവരോട് പറഞ്ഞു, അദ്ദേഹത്തെ വിശ്രമമുറിയിൽ ഇരുത്തുക, ഞാനൊരു ചർച്ചയിലാണെന്ന് പറയുക. സുശീല നയ്യാർ വന്ന് മൗണ്ട് ബാറ്റനോട് പറഞ്ഞു, അങ്ങ് ഈ വിശ്രമമുറിയിൽ ഇരിക്കാൻ പറഞ്ഞു. മൗണ്ട് ബാറ്റൻ അപ്പോൾ തന്നെ പോലെ ഒരാൾ
ഇന്ത്യയിലെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ പ്രസിഡന്റിന്റെ പദവിയാണ്. അങ്ങനെ ഒരാളിനെ എന്നെ കാത്തൊരു വിശ്രമ മുറിയിൽ ഇരിക്കാൻ പറയണമെങ്കിൽ അത്ര പ്രധാനപ്പെട്ട ചർച്ച ചെയ്യുന്ന ആളാരാണെന്ന് മൗണ്ട് ബാറ്റന് സംശയമായി. മൗണ്ട് ബാറ്റൻ 5 മിനിറ്റ് ഇരുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ സമയത്തിന് ഒരുപാട് വിലയുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു അസഹ്യത കണ്ട് സുശീല നയ്യാർ വന്ന് പറഞ്ഞു, ഞാൻ ഒന്നുകൂടെ പോയി പറയാം. അപ്പം സുശീല നയ്യാർ പോയി മഹാത്മാഗാന്ധിയോട് പറഞ്ഞു, അദ്ദേഹം വിഷമിക്കുന്നെന്ന് തോന്നുന്നു. മഹാത്മാഗാന്ധി പറഞ്ഞു, അദ്ദേഹത്തോട് വെയിറ്റ് ചെയ്യാൻ പറയും. ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് മഹാത്മാഗാന്ധി ആ കർഷകരെ യാത്രയാക്കി സുശീല നയ്യാരെ വിളിച്ച് മൗണ്ട് ബാറ്റനോട് വരാൻ പറഞ്ഞു. മൗണ്ട് ബാറ്റൻ വന്ന് മൗണ്ട് ബാറ്റൻ മഹാത്മാഗാന്ധിയോട് അല്പം ഒരു അസഹ്യതയോട് പറഞ്ഞു, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സ്റ്റേറ്റിനെ കുറിച്ച് അങ്ങയോട് സംസാരിക്കാനാണ് വന്നത്. അങ്ങ് അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കാതെ ഈ ഇറങ്ങിപ്പോയ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഹാത്മാഗാന്ധി മൗണ്ട് ബാറ്റനോട് പറഞ്ഞത്, ആരുടെ സ്റ്റേറ്റ്? ഈ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ രാജ്യം നിങ്ങളുടേതല്ല, എന്റേതുമല്ല. ഈ രാജ്യം ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന ഈ അർദ്ധനഗ്നരായി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഈ മണ്ണിലെ മനുഷ്യരുടേതാണ് ഈ രാജ്യം. അവനോടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവന് കൊടുക്കേണ്ട സമയം മറ്റാർക്ക് കൊടുത്താലും അതൊരു തെറ്റാണ്. അവന്റെ പ്രശ്നമാണ് രാജ്യത്തെ ഭാവിയുടെ പ്രശ്നം. ഇത് ഇന്ത്യ ഭരിച്ച ഭരണാധികാരികൾക്ക് മനസ്സിലാകാതെ പോയതാണ്, ഗാന്ധി അവർക്ക് മനസ്സിലാകാതെ പോയത്. നരേന്ദ്രമോദിക്ക് ആ കർഷകരെ ഒട്ടും മനസ്സിലാകാത്തത് കൊണ്ടാണ് അവരോട് ചർച്ച ചെയ്യാതെ, അവരെ വേദന അറിയാതെ, അവരെ ആശങ്ക അറിയാതെ ഈ ബില്ലുകൾ കൊണ്ടുവന്നത്. നരേന്ദ്രമോദിയും മനസ്സിലാക്കേണ്ടത് അവരുടേതാണ് ഈ രാജ്യം, നമുക്കുള്ളതല്ല. ഈ രാജ്യം, ഈ മണ്ണാണ് ഈ രാജ്യമെങ്കിൽ ഈ മണ്ണിൽ അധ്വാനിക്കുന്നവനാണ് ഈ രാജ്യത്തിന്റെ അവകാശി. അത് ഇന്ത്യയിലെ കർഷകരാണ്. അവന്റെ പ്രശ്നങ്ങളാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രശ്നങ്ങൾ. അവന്റെ ചിരിയാണ് രാജ്യത്തിന്റെ ചിരി. അവന്റെ കണ്ണുനീരാണ് രാജ്യത്തിന്റെ കണ്ണുനീർ. അതുകൊണ്ട് അവന്റെ കണ്ണുനീർ മായ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഒരു ഭരണാധികാരി രാജ്യത്തിന്റെ ഭരണാധികാരിയാവുന്നത്. നരേന്ദ്രമോദി രാജ്യത്തിന്റെ ഭരണാധികാരിയാവണം. ഈ രാജ്യത്തിന്റെ അവകാശികളായ കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ. അതുകൊണ്ടാണ് സുപ്രീം കോടതി പറഞ്ഞത്, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും വരെ ഈ ബില്ല് പെൻഡിങ്ങിൽ വെച്ചുകൂടാ? നിങ്ങൾ എന്തിനിങ്ങനെ ധൃതി പിടിച്ച് നടപ്പാക്കുന്നു? അത് ന്യായമായ ചോദ്യമാണ്. നരേന്ദ്രമോദി പറയുന്നു കർഷകരെ രക്ഷിക്കാനാണ് ഈ ബില്ല്. രക്ഷിക്കാനാണെങ്കിൽ ആദ്യം മനസ്സിലാകേണ്ടത് ആ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നു എന്ന് പറയുന്ന ഈ ബില്ലിനെ ആശങ്കയോടെ കാണുന്ന കർഷകർക്ക് മനസ്സിലാവണം ഇത് ഞങ്ങളെ രക്ഷിക്കാനാണ്. ഇന്ത്യയുടെ ഭരണഘടനയുടെ ഏറ്റവും വലിയ പ്രത്യേകത പൗരന്റെ അവകാശമുണ്ട്. ഞാൻ എന്ത് കൃഷി ചെയ്യുന്നുവെന്ന്, കൃഷി ചെയ്യുന്നതിന് വില കിട്ടണമെന്ന്, അത് കാരണം എനിക്ക് ജീവിക്കാൻ അവകാശം കിട്ടണമെന്ന് ഒരു കർഷകന് ഉറപ്പുണ്ടാവണം. ആ ഉറപ്പില്ലാത്ത 3 ബില്ലുകൾ ഇന്ത്യയിലെ കർഷകരെ കോർപ്പറേറ്റുകളുടെ വലിയ വായിലേക്ക് ലാഭത്തിന് വേണ്ടി എറിഞ്ഞു കൊടുക്കുന്നു എന്നവർ ആശങ്കപ്പെടുന്ന, അവരുടെ മണ്ഡി എന്ന് പറയുന്ന ഗ്രാമീണ കമ്പോളം മുഴുവൻ ഇല്ലാതാവുന്ന, അവിടെ ഇന്ത്യ തുറന്നു വച്ചിരിക്കുന്ന തറവില നിശ്ചയിച്ച് ഗവൺമെന്റ് ഏറ്റെടുക്കുന്ന ചെറിയ മുറികൾ പോലും അടച്ചു പോകുന്ന, എല്ലാ ഉൽപ്പന്നങ്ങളും അതിന്റെ വിലയും അതിന്റെ സംഭരണവും അതിന്റെ വിതരണവും അതിൽ നിന്നുള്ള അനുബന്ധ ഉൽപ്പന്നങ്ങളും എല്ലാം കോർപ്പറേറ്റുകളുടെ കയ്യിലെത്തുന്ന, ഇന്ത്യയിലെയും ലോകത്തെയും ആഹാര കമ്പോളം നാളെ നിയന്ത്രിച്ച് മറ്റിടങ്ങളിൽ ഉണ്ടാകുന്ന കുറവും ലാഭവും ഇതിലൂടെ വൻപിച്ച അളയിൽ വർദ്ധിപ്പിച്ച് എടുക്കാൻ നിശ്ചയിക്കുന്ന ഈ തന്ത്രം കർഷകർക്ക് മനസ്സിലാവുന്നുവെന്നാണ്. പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യൻ കർഷകർക്ക് കൂടുതൽ മനസ്സിലാകുന്നുവെന്നാണ്.
അതുകൊണ്ടാണ് അവർ പാടത്ത് ഇറക്കി പ്രവർത്തിപ്പിക്കുന്ന അവരുടെ ട്രാക്ടറുകളിൽ ഗോതമ്പ് നിറച്ച് കുറച്ച് എണ്ണയും ചേർത്ത് അവർ ഓടിച്ച് ഡൽഹിയിലെ തെരുവിലെത്തി ഈ മഞ്ഞുകാലത്ത് മരിച്ചു വീണിട്ടും തിരിച്ചു പോകാതെ സമാധാനപരമായി അവിടെ അവർ കഴിഞ്ഞുകൂടുന്നത്. കാരണം അവർക്ക് ഇതിനെ പിൻവലിച്ച് തിരിച്ചു പോകാൻ പറ്റും. നാളെ ചർച്ച നടക്കുന്നുണ്ട്, പക്ഷേ കോർപ്പറേറ്റുകളുടെ സമ്മർദ്ദം കൊണ്ട് തീരുമാനമാകും എന്നൊന്നും പറയാനൊക്കെ ഇല്ല. RSS പോലും പറഞ്ഞിട്ടുണ്ട് ഇതിൽ തീരുമാനം എടുക്കണമെന്ന്. കാരണം ഇന്ത്യയിലെ ഗ്രാമങ്ങളെയും കർഷകരെയും തിരിച്ചറിയുന്ന എല്ലാവരും ഇതിന്റെ അപകടം മടക്കുന്നുണ്ട്. ഈ രാജ്യത്തിന്റെ നാഥനും ഈ രാജ്യത്തിന്റെ ഉടമയും ഈ രാജ്യത്തിന്റെ ഭാവിക്ക് ഏറ്റവും വലിയ അടിത്തറയുമായ ഇന്ത്യയിലെ കർഷകന്റെ ഉള്ളിൽ തീയുണ്ടെങ്കിൽ ആ തീയിൽ ഇന്ത്യ ഇല്ലാതായി പോകും. അതുണ്ടാകാതിരിക്കണമെന്ന് ആഗ്രഹിച്ച ഇന്ത്യയിലെ ഏറ്റവും ആധുനിക കാലത്തെ വലിയ മനുഷ്യൻ മഹാത്മാഗാന്ധിയാണ്. മഹാത്മാഗാന്ധിയുടെ പടം പാർലമെന്റിലെ സെൻട്രൽ ഹാളിലുണ്ട്, നരേന്ദ്രമോദിയുടെ ഓഫീസിലുണ്ട്. ഇന്ത്യയിൽ എല്ലാ അധികാര സംവിധാനങ്ങളുടെയും ഭിത്തിയിലുണ്ട്. പക്ഷേ ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെയും പാർട്ടിയുടെയും ഹൃദയത്തിൽ അതില്ലാതെ പോയി എന്നതാണ് ഈ ബില്ലുകൾ അവർ കൊണ്ടുവന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടാവണമെന്നാണ് രാജ്യത്തിന്റെ അഭ്യർത്ഥന. ആ രാജ്യത്തിന്റെ അഭ്യർത്ഥന പല തരത്തിൽ രാജ്യത്ത് വളർന്നു വരികയാണ്. ആ വളർന്നു വരുന്ന കൂട്ടത്തിൽ ഈ കർഷക സമരത്തിന് രാത്രി കൂടിയിരുന്നവരോടൊപ്പം പങ്കുചേർന്ന് AUIF-ഉം പങ്കുചേരുകയാണ്. അങ്ങനെയാണ് AUIF രാത്രി സമരം എന്ന ഈ മുദ്രാവാക്യം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച് ഈ സമരത്തിൽ നിങ്ങളും നിങ്ങളാലായ തരത്തിൽ സമാധാനപരമായി പങ്കുചേരണമെന്ന് നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നത്. ഒരു കർഷക സമരം ഏതർത്ഥത്തിലും കൃഷി പോലെ സമാധാനപരമായിരിക്കും, സാംസ്കാരികപരമായിരിക്കും. അത്തരം ഒരു സമരത്തിൽ പങ്കുചേർന്ന AUIF-ന്റെ എല്ലാ പ്രവർത്തകരെയും, ഇത് സംഘടിപ്പിച്ച AUIF-ന്റെ ജില്ലാ കമ്മിറ്റി, ആ കമ്മിറ്റിയെയും അതിന്റെ നേതാക്കന്മാരെയും ഇതിൽ പങ്കുചേർന്ന പ്രവർത്തകരെയും എല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദനങ്ങൾ. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റിനെതിരായ ശക്തമായ പ്രതിഷേധം കൂടിയാണ് AIYF ഈ രാത്രി സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമെല്ലാം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ എല്ലാ ജനവിരുദ്ധമായ ബില്ലിന്റെയും പിൻബലം രാത്രിയായിരുന്നു. നോട്ട് നിരോധനമായിരുന്നാലും, പൗരത്വ ഭേദഗതി നിയമമായിരുന്നാലും, കർഷക നിയമമായിരുന്നാലും ആ എല്ലാ നിയമവും ഈ രാജ്യത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചത് രാത്രിയുടെ മറവിലാണ്. രാത്രിയെ വല്ലാതെ ആശ്ലേഷിക്കുന്ന, മരം കോച്ചുന്ന തണുപ്പിനെ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് 10,000-കണക്കിന് വരുന്ന ഇന്ത്യൻ കർഷകൻ സമരത്തിലേക്ക് അണിനിരക്കുന്നത് അവന്റെ ജീവിതം മുൻപോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഭരണാധികാരികൾ സൃഷ്ടിച്ചതുകൊണ്ടാണ്. നരേന്ദ്രമോദി തീർത്ത, NDA ഗവൺമെന്റ് തീർത്ത ഈ ജനവിരുദ്ധമായ, കർഷക വിരുദ്ധമായ ബില്ല് പിൻവലിക്കണമെന്നാണ് AIYF അസന്നിഗ്ധമായി ആവശ്യപ്പെടുന്നത്. ഈ വലിയ പ്രക്ഷോഭം നടത്തുന്ന കർഷകരുടെ അവകാശങ്ങൾ ഒത്തുതീർപ്പാക്കണമെന്നും AIYF ആവശ്യപ്പെടുന്നു. കാരണം ഇവിടെ സഖാവ് മുല്ലക്കര വളരെ സവിസ്തരം പ്രതിപാദിച്ചതുപോലെ നമ്മുടെ രാജ്യം വെറുതെ വന്നതല്ല. ഈ നാടിന്റെ എല്ലാവിധമായ അവകാശങ്ങളെയും ഹനിച്ചിരുന്നത് സാമ്രാജ്യത്വ അധിനിവേശ ശക്തികളായിരുന്നു. കച്ചവടത്തിനായി ഈ രാജ്യത്തേക്ക് കടന്നു വന്നവർ നൂറ്റാണ്ടുകളോളം നമ്മെ അടക്കി വാണു. അന്ന് ഇന്ത്യ വല്ലാത്ത പ്രക്ഷോഭം രാജ്യത്തെമ്പാടും സൃഷ്ടിച്ചു. ആബാലവൃദ്ധം വരുന്ന ജനതയും സ്വാതന്ത്ര്യം എന്ന മോഹവുമായി
ഇന്ത്യയുടെ തെരുവോരങ്ങളിൽ, ഗ്രാമഗ്രാമാന്തരങ്ങളിൽ, നഗരങ്ങളിൽ, എല്ലാ കേന്ദ്രങ്ങളിലും വലിയ പ്രക്ഷോഭമാണ് സംഘടിപ്പിച്ചത്. ആ സംഘടിപ്പിച്ച പ്രക്ഷോഭത്തിന്റെ പാതയിൽ ഒരിടത്തും കാണാത്ത രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അന്നുണ്ടായിരുന്ന RSS. 1925 ഇന്ത്യയിൽ രൂപീകരിച്ച രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന സംഘടന, അല്ലെങ്കിൽ BJPയുടെയും സംഘപരിവാര കേന്ദ്രത്തിന്റെയും എല്ലാം തന്നെ മാതാവായി അറിയപ്പെടുന്ന ജനസംഘവുമെല്ലാം, വിശ്വ ഹിന്ദു പരിഷത്തും എല്ലാം, അങ്ങനെയുള്ള എല്ലാ സംഘടനകളും ആ കാലത്ത് ഈ രാജ്യത്തുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്കുമേൽ, ഇന്ത്യൻ ജനതയ്ക്കുമേൽ അവന്റെ അവകാശങ്ങൾ ഹരിച്ചുകൊണ്ട് സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെ അധിപന്മാർ ഈ നാട് ഭരിച്ചിരുന്ന കാലത്ത് അതിനെതിരായ പ്രക്ഷോഭത്തിൽ ഒരിടത്തും സംഘപരിവാറുകാർ ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ് അവർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞു എന്ന് മാത്രമല്ല, ബ്രിട്ടീഷ് അധിനിവേശ ശക്തികൾക്ക് വേണ്ടി എല്ലാ വിടുപണിയും ചെയ്തവരുമാണവർ. ഈ നൂറ്റാണ്ടുകൾ, ഏതാണ്ട് 190 വർഷം ഈ രാജ്യം ജീവിക്കുവാനും സഞ്ചരിക്കുവാനും പഠിക്കുവാനും അമ്പലത്തിൽ പോകുവാനും സംഘടിക്കുവാനുമുള്ള അവന്റെ മൗലിക അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്ത നാടാണ്. മറ്റെല്ലാ ലോകരാജ്യങ്ങളെയും വെല്ലുന്ന സമ്പൂർണമായ പൈതൃകം പേറുന്ന നാടാണ്. ഇത്രമേൽ വലിയ സമരം സംഘടിപ്പിച്ച, സ്വാതന്ത്ര്യ സമരം സംഘടിപ്പിച്ച മറ്റൊരു രാജ്യവും ലോക ചരിത്രത്തിൽ ഉണ്ടാവില്ല. അങ്ങനെ നേടിയെടുത്തതാണ് ഈ നാടിന്റെ സ്വാതന്ത്ര്യം. കച്ചവടത്തിനായി കടന്നു വന്നവർ നമ്മളെ അടക്കി വാണപ്പോൾ അവരെ ഈ നാട്ടിൽ നിന്നും പടിയടച്ച് വെള്ളമെക്കാൻ രക്തരൂഢിതവും രക്തരഹിതവുമായ ഒരുപാട് സമരങ്ങൾക്കൊടുവിലാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നത്. ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നപ്പോൾ 1947 ആഗസ്റ്റ് മാസം 14-ാം തീയതി ബ്രിട്ടീഷ് യൂണിയൻ ജാക്ക് പതാക ചെങ്കോട്ടയിൽ വലിച്ച് താഴേക്കിറക്കി മൂവർണ്ണക്കൊടി, ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന്റെയും ഇന്ത്യയുടെ ജീവിതത്തിന്റെയും ഇന്ത്യയുടെ ഐശ്വര്യത്തിന്റെയും പ്രതീകമായ മൂവർണ്ണക്കൊടി ഇന്ത്യ ചെങ്കോട്ടയിൽ നാം ഉയർത്തുമ്പോൾ അന്ന് വിശ്വവിഖ്യാതമായ പ്രസംഗമാണ് പ്രഥമ പ്രധാനമന്ത്രിയും സ്വാതന്ത്ര്യ സമര സേനാനിയും നേതാവുമെല്ലാമായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തെ കൊണ്ട് പറഞ്ഞത്. അത് പിന്നീട് ലോക ചരിത്രമായി മാറി. പാതിരാവിന്റെ മണിമുഴങ്ങുന്ന വേളയിൽ ലോകമാകെ ഉറങ്ങുമ്പോൾ 40 കോടിയിൽ വരുന്ന ജനതങ്ങ ഇന്ത്യൻ ജനത ജീവിതത്തിലേക്ക് നടന്നുയർന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വലിയ വാക്കായിരുന്നു അത്. ഞാൻ പറഞ്ഞതുപോലെ കച്ചവടത്തിന് വന്നവരോട് വെറുതെ അവർ നടത്തി, എന്നാ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകി, നിങ്ങൾ പൊക്കോ, സ്വാതന്ത്ര്യം നേടി, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാമെന്ന് പറഞ്ഞതല്ല. വലിയ സമരങ്ങൾ ചെയ്ത ആ സമരത്തിൽ ഒരിടത്തും ഉണ്ടായിരുന്നില്ല RSSകാർ. ഇന്നിവിടെയെല്ലാം RSSകാർ രാജ്യം ഭരിക്കുന്നതിന്റെ തണലിൽ ഈ രാജ്യത്ത് എല്ലായിടത്തും വർഗീയ വിധ്വംസക പ്രവർത്തനത്തിന്റെ വിളനിലമായി മഹത്തായ ഈ നാടിനെ മാറ്റാൻ ശ്രമിക്കുന്നവർ, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർ അന്ന് ആ സമരത്തിന്റെ ഒരിടത്തും ഉണ്ടായിരുന്നില്ല. നമ്മെ വീക്ഷിക്കുന്ന, നമ്മളെ ഈ പ്രസംഗം കാണുന്ന ഏതെങ്കിലും സംഘപരിവാരക്കാരനുണ്ടെങ്കിൽ പറയണം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി മരണപ്പെട്ട രക്തസാക്ഷിയായ, അല്ലെങ്കിൽ നിങ്ങളുടെ കണക്കിൽ പറയുന്ന ബലിദാനിയായി പറയുന്ന ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിൽ പള്ളിക്കൂടത്തിൽ പോകാത്ത പിള്ളേരോട് മുതിർന്നവർ പറയുന്നതാണ്, മഴ പെയ്യുമ്പോഴെങ്കിലും ആ സ്കൂളിന്റെ പടിക്കൽ അല്ലെങ്കിൽ സ്കൂളിന്റെ തിണ്ണയിൽ കയറി നിൽക്കണം എന്നെങ്കിലും പറയാറുണ്ട്. വലിയ സ്വാതന്ത്ര്യ സമരം രാജ്യത്തെമ്പാടും നടന്നിരുന്ന കാലത്ത് ആ പ്രക്ഷോഭത്തിന്റെ അരികത്തുകൂടെ പോയി ഏതെങ്കിലും ആക്രമണത്തിൽ മരണപ്പെട്ട ഒരു സംഘപരിവാരകാരനും ഈ രാജ്യത്തിന്റെ ചരിത്രത്തിലില്ല. അവരാണ് ഈ നാട് ഭരിക്കുന്നതെന്ന വിരോധാഭാസമുണ്ട്. അവരാണ് രാജ്യത്തെ, ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ അടക്കി വാഴുന്നതെന്ന വിരോധാഭാസത്തിലാണ് ഞാനും നിങ്ങളും നാമെല്ലാം ജീവിക്കുന്നത്. അതാണ് പ്രശ്നം. ആ സംഘപരിവാരുകാർ നിയന്ത്രിക്കുന്ന ഭരണകൂടം രാജ്യത്തിന്റെ താല്പര്യത്തെ എല്ലാ കാലത്തും നശിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 6.5 കൊല്ലമായി നരേന്ദ്രമോദി, BJP, അമിത്ഷാ നേതൃത്വം കൊടുക്കുന്ന ഗവൺമെന്റാണ് രാജ്യം ഭരിക്കുന്നത്. ഈ 6.5 വർഷക്കാലം കൊണ്ട് ഈ രാജ്യത്തെ നൂറ്റാണ്ടുകളുടെ പുറകോട്ട് നടത്തി ഈ സംഘപരിവാറുകാർ. സ്വാതന്ത്ര്യാനന്തര ഭാരതം ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ ശിരസ്സുയർത്തി നിന്നിരുന്നത് സമ്പത്തിന്റെയും ആയുധബലത്തിന്റെയും പിൻബലത്തിലായിരുന്നില്ല. ഇന്ത്യ മുൻവെച്ച മഹത്തായ ദർശനങ്ങളുടെയും ആശയങ്ങളുടെയും പിൻപറ്റിയായിരുന്നു. ലോകരാജ്യങ്ങൾ പോലും അഭൂതപൂർവമായി, വിസ്മയകരമായി ഇന്ത്യയെ കണ്ടിരുന്നത് ഇന്ത്യ മുൻവെച്ച മഹത്തായ ദർശനങ്ങളുടെ ഭാഗമായിട്ടായിരുന്നു. അതിലേറ്റവും പ്രധാനമായിരുന്നു ചേരിചേരാ നയം.
ഒരു രാജ്യത്തിന്റെയും തണലിലേക്ക് ഇന്ത്യ എന്ന ഈ നാട് ഒരു രാജ്യത്തിന്റെയും ചട്ടുകമായി മാറാൻ ഇന്ത്യ തയ്യാറാകില്ല എന്ന ചേരിചേരാ നയം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടു. ഇന്ത്യ 1991 നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ഈ രാജ്യത്ത് നടപ്പിലാക്കിയതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് അതിന്റെ കടക്കൽ കത്തിവെക്കാൻ തീരുമാനിച്ചെങ്കിൽ നരേന്ദ്രമോദി എന്ന നരാധമൻ അത് സമ്പൂർണ്ണമായി തകർത്തു. ഈ രാജ്യത്ത് കഴിഞ്ഞ 6 വർഷക്കാലം കൊണ്ട് ഇന്ത്യ അകലം പാലിച്ചിരുന്ന എല്ലാ ഫാസിസ്റ്റ്വാദ രാജ്യങ്ങൾക്കും വേണ്ടി ഈ രാജ്യത്തിന്റെ മഹത്തായ വാതായനങ്ങൾ മലർക്ക് തുറന്നുകൊടുത്തു സംഘപരിവാറുകാർ. ഇതാണ് പ്രശ്നം. ഇസ്രായേലും പാലസ്തീനും തമ്മിൽ വലിയ പോരാട്ടം നടക്കുമ്പോൾ നമ്മൾ എല്ലാ കാലത്തും ഇസ്രായേലിനോടൊപ്പമായിരുന്നു. യാസർ അറാഫത്ത് എന്ന ലോകരാജ്യത്തിന്റെ നേതാവ് ഇസ്രായേൽ സമരത്തിന്റെ നേതാവിനെ പലകുറി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ. ആ ഇസ്രായേലിന് പലതവണ നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് AIYF-ഉം രാജ്യത്തും സംസ്ഥാനത്തും എല്ലാ കേന്ദ്രങ്ങളിലും സമരം സംഘടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ട് ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ ഇസ്രായേലും പാലസ്തീനും തമ്മിൽ നടന്ന സമരത്തിൽ പാലസ്തീനൊപ്പമായിരുന്നു ഇന്ത്യയെങ്കിൽ ഇന്ന് കാണുന്നത് ഇസ്രായേലിനോട് ചേർന്ന് നിൽക്കുകയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. നമുക്കറിയാം ഇസ്രായേലിന്റെ വടക്കൻ ഓർഗ കടപ്പുറത്ത് ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയും ഈ നരേന്ദ്രമോദിയും കൂടി വാരി പുണർന്ന് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം ലോകരാജ്യങ്ങൾക്ക് മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെട്ടപ്പോൾ ഇന്ത്യ അത് നെഞ്ചിടിപ്പോടെ നോക്കിയപ്പോൾ സംഘപരിവാറുകാരും ലോകരാജ്യത്തെ ഫാസിസ്റ്റ് വാദത്തിന്റെ പിൻപറ്റി നിൽക്കുന്നവരുമെല്ലാം അതിനെ വലിയ അർത്ഥത്തിൽ അവരെല്ലാം ഏതാണ്ട് വലിയ സംഭവം നടക്കുന്നു എന്ന തരത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത്. അവിടെ തുടങ്ങി ഈ രാജ്യം അകലം പാലിച്ചിരുന്ന എല്ലാവരേക്കും ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഇവർ തീരുമാനിച്ചു. അങ്ങനെ എല്ലാ കാലത്തും അധികാര കസേരയിൽ അമർന്നിരുന്നപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞതിനെല്ലാം വിരുദ്ധമായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഉണ്ടല്ലോ BJP-യുടെ നേതാവ് K. സുരേന്ദ്രൻ, സംസ്ഥാന പ്രസിഡന്റാണ്. UPA ഗവൺമെന്റ് നാട് ഭരിച്ചിരുന്ന കാലത്ത് സുരേന്ദ്രൻ പറഞ്ഞ് 50 രൂപയ്ക്ക് 1 ലിറ്റർ പെട്രോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ തരും. UPA ഗവൺമെന്റ്, കോൺഗ്രസ് നേതൃത്വം കൊടുത്ത ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിലവാര നിയന്ത്രണം കുത്തക മുതലാളിമാർക്ക് കൊടുത്തപ്പോൾ വലിയ പ്രക്ഷോഭം ഈ രാജ്യത്ത് നടപ്പിലാക്കിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. അതിന് കേരളത്തിൽ നേതൃത്വം കൊടുത്തയാളാണ് K. സുരേന്ദ്രൻ. ആ K. സുരേന്ദ്രനാണ് പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 1 ലിറ്റർ പെട്രോളിന് 50 രൂപ. ഇപ്പൊ എത്രയാണ് വില? ഇപ്പൊ 1 ലിറ്റർ പെട്രോളിന് 50 രൂപയ്ക്ക് പോയിട്ട് 100 രൂപ കടുക്കുകയാണ്. പാചകവാതകത്തിന്റെ വില ദിനം പ്രതി വർദ്ധിപ്പിക്കുന്നു. കോവിഡ് എന്ന മഹാമാരിക്ക് മുമ്പിൽ ലോകം വിറങ്ങലിച്ചു നിൽക്കുമ്പോൾ, ഇന്ത്യ നെട്ടു നിൽക്കുമ്പോൾ, മുമ്പോട്ട് ജീവിക്കാൻ, ജീവിത സഞ്ചാരണം മുമ്പോട്ട് നടത്താൻ കഴിയാത്ത മനുഷ്യ വംശങ്ങൾ വല്ലാത്ത നിൽക്കുന്ന കാലത്താണ് ഈ നരേന്ദ്രമോദി പെട്രോളിന്റെയും എല്ലാം വില വർദ്ധിപ്പിക്കാനുള്ള അവസരം ഒരുക്കി കൊടുക്കുന്നു. ഈ രാജ്യത്തെ കുത്തക മുതലാളിമാർക്ക് വേണ്ടി അവർക്കെല്ലാം ചെയ്യാനുള്ള അവസരം കൊടുക്കുന്നു. പെട്രോളിന്റെ, ഡീസലിന്റെ, പാചകവാതകത്തിന്റെ എല്ലാം വില അനുദിനം വർദ്ധിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ 100 രൂപ 110 രൂപ വർദ്ധിച്ചു. ഇപ്പൊ 2 തവണയായി പാചകവാതകത്തിന്റെ. സമരം ചെയ്ത അന്ന് പ്രക്ഷോഭം സംഘടിപ്പിച്ച 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞ സുരേന്ദ്രൻ ഇപ്പൊ പറയുന്നത് എന്താണ്? ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോ പറഞ്ഞ് ഞങ്ങൾ വണ്ടി ഉന്തി, ഇപ്പൊ നിങ്ങൾ വണ്ടി ഉണ്ട്, ഇപ്പൊ ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നു. എങ്ങനെ പറയാൻ കഴിയുന്നു? ലോകത്തോടാണ് പറയുന്നത്, ഇന്ത്യയോടാണ് പറയുന്നത്, കേരളത്തോടാണ് സുരേന്ദ്രൻ പറയുന്നത്. ഇങ്ങനെ അബദ്ധജനകമായ അല്ലെങ്കിൽ ഏറ്റവും നാണം കെട്ട വാക്കുകൾ പറയാൻ എങ്ങനെ സുരേന്ദ്രന് നാവ് പൊന്തുന്നു എന്ന് ചോദിച്ചാൽ സുരേന്ദ്രൻ പിന്തുടരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം RSS ആയതുകൊണ്ടാണ്. അതാണ് പ്രശ്നം. ആ നിലയാണ് സ്വീകരിക്കുന്നത്. പറഞ്ഞതെല്ലാം മാറി. ഇപ്പൊ എന്താണ് ഈ പ്രശ്നം? കാർഷിക നിയമവുമായി ബന്ധപ്പെട്ട് ഈ ഗവൺമെന്റ് കൊണ്ടുവന്ന കാർഷിക ഉടമ്പടി കരാറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ നവംബർ മാസം 26 മുതൽ രാജ്യതലസ്ഥാനം പ്രക്ഷോഭത്തിന്റെ പാതയിലേക്ക് എത്തിയത് വെറുതെയല്ല. ഇവിടെ സഖാവ് മുല്ലക്കര സൂചിപ്പിച്ചു, ഇന്ത്യൻ കർഷകൻ രാജ്യത്തിന്റെ 63% വരുന്നത് ഇന്ത്യയിലെ കർഷകരാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട അനുബന്ധ വ്യവസായങ്ങളും ചെയ്ത് ജീവിക്കുന്നവരാണ് ഇന്ത്യയുടെ കർഷകർ. ആ 63% വരുന്ന ഇന്ത്യൻ കർഷകനെ പരിപാടിയാക്കുന്ന നിലയാണ് നരേന്ദ്രമോദി ഈ നിയമത്തിലൂടെ സംജാതമാക്കിയത്. അതാണ് പ്രശ്നം. നരേന്ദ്രമോദി ഈ നിയമം നടപ്പിലാക്കിയപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ 3 ബില്ലുമായി ബന്ധപ്പെട്ട് 3 നിയമങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭം ഉയർത്തുന്നത് എന്താണ്?
വിപണനവും സംഭരണവും എല്ലാമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ കർഷകൻ സമരം ചെയ്യുന്നത് അവന്റെ ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം ഉയർന്നു വന്നതുകൊണ്ടാണ്, വെറുതെയല്ല. ഈ നിയമം വന്നാൽ, ഈ നിയമം നടപ്പിലാക്കിയത് വഴി നമ്മളെല്ലാം നാട്ടിൽ കർഷകർ, കമ്പോളങ്ങളിൽ കർഷകർ കൊണ്ടുവന്ന് അവന്റെ ഗ്രാമങ്ങളിലെ ചന്തകളിൽ അവന്റെ ഉൽപ്പന്നങ്ങൾ വിലപേശി വിൽക്കാനുള്ള അവസരമുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലെല്ലാം ചന്തകളുണ്ട്. ഉത്തരേന്ത്യൻ ഭാഷയിൽ പറഞ്ഞാൽ മണ്ടികൾ. ആ ചന്തകൾ ഈ നിയമം വന്നത് വഴി ഈ നാട്ടിൽ നിന്നും തുടച്ചു നീക്കപ്പെടുകയാണ്. കാരണം കുത്തക മുതലാളിത്തത്തിന്റെ ഏജന്റുമാർ വരുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ, നെല്ലായിരുന്നാലും വാഴക്കുലയായിരുന്നാലും ഉള്ളിയായിരുന്നാലും അങ്ങനെ എന്തായിരുന്നാലും അവർ വരുന്നു. അവർ പറയുന്ന വിലയ്ക്ക് കൊടുത്തോണം, മേടിച്ചോണം, പോകണം. പക്ഷെ ഈ നിയമത്തിന് മുമ്പ് എന്തായിരുന്നു? ഇന്ത്യൻ കർഷകൻ അവന്റെ വിയർപ്പ് മണ്ണിൽ പൊന്നാക്കി അവൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ, വിളകളെല്ലാം നാട്ടിലെ ഗ്രാമങ്ങളിലെ ചന്തകളിൽ കൊണ്ടുവന്ന് അവന് വിലപേശി വിറ്റ് അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് അവന്റെ കയ്യിൽ നിന്ന് ചെലവായ പൈസയേക്കാൾ കൂടുതൽ വിലപേശി മേടിക്കാനുള്ള അവസരം ഗ്രാമങ്ങളിലെ ചന്തകളിൽ ഉണ്ടായിരുന്നു, നാട്ടിൻപുറത്തെ ചന്തകളുണ്ടായിരുന്നു. എന്നാൽ ഈ നിയമം നടപ്പിലാക്കിയത് വരെ അതില്ല. അദാനിമാരുടെയും അംബാനിമാരുടെയും ഏജന്റ് വരുന്നു. ഉൽപ്പന്നങ്ങൾ, കൃഷിക്കാരന്റെ വിളകൾ അവന്റെ കയ്യിൽ നിന്ന് പറയുന്ന പൈസയ്ക്ക്, അവൻ പറയുന്ന പൈസയ്ക്ക് കർഷകൻ കൊടുത്തോണം, മേടിച്ചോളം, പൊക്കോണം. തിരിച്ചഭിപ്രായം പറയാൻ അവകാശമില്ല, അവന് വിലപേശാൻ അവകാശമില്ല. ഗ്രാമങ്ങളിലെ ചന്തകളിൽ അവൻ വിലപേശി അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കിട്ടുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ഈ കൃഷിക്ക് ചെലവായ പൈസയ്ക്കപ്പുറം അവന്റെ ജീവിത സന്ധാരണം, അവന്റെ കൊച്ചിന് മരുന്ന് മേടിക്കാൻ, അവന്റെ വീട്ടിലെ ദൈനംദിന ചെലവിന് എല്ലാം ഉപകൽക്കരിക്കുന്ന തരത്തിലേക്ക് അവന് ഈ ഉൽപ്പന്നങ്ങൾ വിലപേശി വിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ മണ്ടികൾ, ചന്തകൾ ഈ നിയമം നടപ്പിലാക്കിയത് വഴി ഇല്ലാതെ പോകും. സംഭരണശാലകൾ നമുക്കറിയാം, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. ആ സംഭരണശാലകൾ കേന്ദ്ര ഗവൺമെന്റിന്റെ അധീനതയിലുള്ള സംഭരണശാലകൾ ഒന്നൊന്നാകെ അടച്ചു പൂട്ടുമ്പോൾ ഗൗതം അദാനി എന്ന നരേന്ദ്രമോദിയുടെ ഉറ്റ സുഹൃത്ത് കഴിഞ്ഞ 2019-20 കാലത്ത് ഇന്ത്യയിൽ ചരക്ക് കടത്ത് കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട സംഭരണശാലകൾ രജിസ്റ്റർ ചെയ്തത് 22 എണ്ണമാണ് കഴിഞ്ഞ ഒരു വർഷം. ഈ നിയമത്തിലേക്ക് നരേന്ദ്രമോദി നടന്നെടുക്കുന്നതിന് എത്രയോ മുമ്പ് അദാനിക്ക് വിവരങ്ങൾ ചോർത്തിക്കൊടുത്തു. അതുകൊണ്ടാണ് അദാനി ഈ 22 ചരക്ക് കടത്ത് കേന്ദ്രങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തത്. വെറുതെയല്ല. നോട്ട് നിരോധനം ഈ രാജ്യത്ത് വന്നപ്പോൾ നടപ്പിലാക്കുന്നതിന് മുമ്പ് ഈ BJP-ക്കാർ, സംഘപരിവാറുകാർ അല്ലെങ്കിൽ നരേന്ദ്രമോദി ഈ കുത്തക മുതലാളിമാരോട് പറഞ്ഞ് 1000-ന്റെയും 500-ന്റെയും എല്ലാം നോട്ട് നിരോധിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവരുടെ നോട്ട് മാറ്റാനുള്ള അവസരം സൃഷ്ടിച്ചതുപോലെയാണ് ഈ നിയമം, കാർഷിക നിയമം നടപ്പിലാക്കിയത് വഴി സംഭരണശാലകൾ സൃഷ്ടിക്കാൻ കുത്തക മുതലാളിമാർക്ക് ഇവർ സാഹചര്യം ഒരുക്കുന്നു. അങ്ങനെ സംഭരണശാലകൾ ഇല്ല. ഗവൺമെന്റിന്റെ അധീനതയിലുള്ള ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സംഭരണശാലകൾ അങ്ങനെ ഇല്ലാതാകുമ്പോഴാണ് കുത്തക മുതലാളിത്തത്തിന്റെ സംഭരണശാലകൾ ഇന്ത്യയിൽ എല്ലാ കേന്ദ്രങ്ങളിലും ഒന്നൊന്നായി ഉയർന്നു വന്നത്. അങ്ങനെ വിപണനത്തിന് സാഹചര്യമില്ല. കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിപണിയിൽ കൊണ്ട് വിൽക്കാൻ അവകാശമില്ല. അത് അവന് സ്റ്റോറേജ് ചെയ്യാൻ, അവന് കരുതാനുള്ള അവനായി ഉണ്ടായിരുന്ന കരുതലായിരുന്ന ഈ ഗോഡൌണുകൾ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ ഗോഡൌണുകൾ മാറി അത് മൾട്ടിനാഷണൽ കമ്പനികളുടെ കുത്തക മുതലാളിമാരുടെ ഗോഡൌണായി മാറി ഈ നിയമം നടപ്പിലാക്കിയത് വഴി. അങ്ങനെയാണ് പ്രശ്നം. അങ്ങനെ അത് രണ്ടുമായി. പിന്നെ ഒന്നു, പാടത്തും പറമ്പത്തും പകലന്തിയോളം പണിയെടുത്തിട്ട് തലചായ്ക്കാൻ തന്റെ കൂരയിൽ ചെല്ലുന്ന കർഷകൻ, ഇന്ത്യൻ കർഷകനെ അവന്റെ മണ്ണിൽ നിന്ന്, അവന്റെ കൂരയിൽ നിന്ന് അടിച്ചു പായിച്ചിരിക്കുന്നു ഈ നിയമം നടപ്പിലാക്കിയത് വഴി. അങ്ങനെ അവന് കിടക്കാൻ അവസരമില്ല, അവന് ജീവിക്കാൻ അവസരമില്ല, അവന് പണിയെടുക്കാൻ അവസരമില്ല. അവൻ വന്യമൃഗങ്ങളെയും ഈ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് വന്ന് വിളകളെ നശിപ്പിക്കാൻ വരുന്ന കാട്ടുപന്നിയെയും പുലിയെയും കാട്ടാനെയും എല്ലാം തുരത്തി തന്റെ കുഞ്ഞിനെ പോലെ, കണ്ണിനെ കൃഷ്ണമണി പോലെ വിളകളെ കാത്തു സംരക്ഷിച്ചിരുന്ന ഇന്ത്യൻ കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് വിലയുമില്ല. അങ്ങനെ എല്ലാം കൂടി ആയപ്പോ അവൻ പെരുവഴിയായി. അവന് വിൽക്കാൻ അവസരമില്ല, അവന് ശേഖരിക്കാൻ അവസരമില്ല. എല്ലാ നിലവാരത്തിലും അവന്റെ പ്രശ്നങ്ങളെ, അവന്റെ ആ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും തകർത്തുക. അത് മാത്രമാണ് അധികാരത്തിൽ വന്നതിന് ശേഷം നരേന്ദ്രമോദി കർഷകന്റെ നട്ടലൊടിക്കുന്ന നയം സ്വീകരിച്ചത്. അവൻ ഈ കൃഷിക്ക് വേണ്ടുന്ന രാസവിളകളുടെ എല്ലാം സബ്സിഡി എടുത്തു. കർഷകനെ ഏറെ ആശ്രയിക്കുന്നതാണ്.
നെല്ലായിരുന്നാലും ഗോതമ്പായിരുന്നാലും എല്ലാം നാട്ടിൽ വിളവെടുക്കണമെങ്കിൽ അത് നല്ല നിലയിൽ അതിന്റെ വിളവ് ഉണ്ടാകണമെങ്കിൽ അതിന് വളം വേണം. ആ വളത്തിന് കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തിരുന്ന സബ്സിഡികൾ ഈ നരാധമനായ ഇന്ത്യൻ പ്രധാനമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം ഒന്നൊന്നായി പല ഘട്ടങ്ങളിലായി എടുത്തു. അങ്ങനെ അവന്റെ വിളകൾക്കും സുരക്ഷിതമില്ല, അവന്റെ ജീവനും സുരക്ഷിതമില്ല. അവനൊന്നുമേ ചെയ്യാൻ കഴിയാത്ത സാഹചര്യം അവന്റെ മുമ്പിൽ വന്നത് കൊണ്ടാണ് 42 ഇന്ത്യൻ കർഷകൻ മരം കോച്ചുന്ന തണുപ്പിനെ വെല്ലി ഈ ഡൽഹിയിൽ സമരം ചെയ്ത് അവൻ രക്തസാക്ഷിത്വത്തിന്റെ മഹനീയതയിലേക്ക് നടന്നു കയറിയത്. വെറുതെയല്ല, അവന്റെ മുമ്പിൽ ഇനി ഒന്നുമില്ല. അവന് ജീവിക്കാൻ അവസരമില്ലാത്തത് കൊണ്ട് അവൻ ട്രാക്ടറുകളിലും എല്ലാം ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലേക്ക് സമരം ചെയ്യാൻ ചെല്ലുന്നത് അവൻ ഏതാണ്ട് 2-3 മാസക്കാലം അവന്റെ ജീവിതം ഇരിക്കാൻ വേണ്ടിയിട്ട്, ജീവനിരിക്കാൻ വേണ്ടിയിട്ട്, ആഹാരം ഉണ്ടാക്കാൻ വേണ്ടുന്ന എല്ലാ സാധനങ്ങളും കരുതിയാണ് ഇന്ത്യൻ കർഷകൻ സമരം ചെയ്യാൻ പോകുന്നത്. വെറുതെ പോവല്ല. നമ്മളൊക്കെ ചില സമരത്തിന് ഇന്ത്യൻ പാർലമെന്റിലേക്ക് സമരം ചെയ്യും, പോവും, ബാഗ് പിടിക്കും, സമരം ചെയ്യും, തിരിച്ചു വരും. പക്ഷെ ഇതല്ല. അവന് ആഹാരം കഴിക്കാനുള്ള എല്ലാ സാഹചര്യം ഒരുക്കിക്കൊണ്ടാണ് കർഷകൻ സമരം ചെയ്യാൻ പോകുന്നത്. ആ സമരം ചെയ്യാൻ പോയപ്പോഴോ നരേന്ദ്രമോദി പറഞ്ഞതെന്താ? നരേന്ദ്രമോദിയും അമിത്ഷായും പറഞ്ഞു, ഇന്ത്യൻ കർഷകൻ ഇന്ത്യയുടെ ഭരണസിരാ കേന്ദ്രമായ ഡൽഹിയിലേക്ക് എത്തത്തില്ല, ഞങ്ങൾ തടയും. തടഞ്ഞില്ല നിങ്ങൾ. റോഡുകളെല്ലാം കിടങ്ങുകളാക്കി, കുഴികളാക്കി. കർഷകൻ അങ്ങോട്ട് ഈ ഡൽഹിയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി റോഡ് മൊത്തം മുറിച്ചു. അവൻ വന്നില്ലെങ്കിൽ വരണ്ട, അല്ലെങ്കിൽ വേറൊരു വണ്ടി പോകണ്ട, റോഡിലെ ഗതാഗത സഞ്ചാരം എല്ലാം പോയാലും വേണ്ടില്ല, ഇന്ത്യൻ കർഷകൻ സമരകേന്ദ്രത്തിലേക്ക് എത്തണമെന്ന് നരേന്ദ്രമോദി വിചാരിച്ചു. പക്ഷേ എന്തായി? നിങ്ങൾ തീർത്ത കിടങ്ങുകളെല്ലാം കവച്ചു വെച്ചുകൊണ്ട് കർഷകൻ അവിടെ വന്നു. അത് മാത്രമാണോ? അതിർത്തിയിൽ ഭീകരവാദികളെ, തീവ്രവാദികളെ എല്ലാം തന്നെ നേരിടുന്നത് പോലെ ജലപീരങ്കിയും പീരങ്കിയും ചെല്ലും AK-47 എല്ലാം കരുതി ഭരണകൂടത്തിന്റെ എല്ലാ വർദ്ധനോപകരണങ്ങളും എടുത്തു വെച്ചുകൊണ്ട് നരേന്ദ്രമോദിയുടെ പോലീസ്, നരേന്ദ്രമോദിയുടെ പട്ടാളം ഈ ഇന്ത്യൻ കർഷകനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. നിങ്ങൾ തീർത്ത എല്ലാ പ്രതിരോധത്തെയും തട്ടിത്തകർത്തുകൊണ്ടാണ് 10,000-കണക്കിന് വരുന്ന, ലക്ഷക്കണക്കിന് വരുന്ന കർഷകൻ ഈ ഡൽഹിയിൽ സമരം ചെയ്യുന്നത്. അവർ അവിടെ ഇരിക്കുകയാണ്. 42 പേർ മരിച്ചു വീഴുകയാണ്. നമ്മൾ കാണുന്നു 80, 70, 90, 100, 110 വയസ്സുള്ള കർഷകനാണ് മരിച്ചു വീഴുന്നത്. അവർ പോയി സഖാവ് മുല്ലക്കര സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഉന്നയിച്ച സമരം വിജയിക്കുന്നത് വരെ, വിജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു വരുമെന്ന നിശ്ചയദാർഢ്യത്തോടു കൂടിയാണ് അവർ സമരം ചെയ്യുന്നത്. നമ്മളെല്ലാം ചില സമരത്തിന് മുമ്പ് പോകുന്നത് പോലെ AIYF-ന്റെ മുൻകാലത്ത് നടന്ന തൊഴിലില്ലെങ്കിൽ ജയിലെന്ന ഒരു സമരം ഉണ്ടായിരുന്നു. ചരിത്രപരമായ സമരത്തിലേക്ക് പങ്കെടുക്കാൻ ഇന്ത്യൻ യുവത്വത്തിന്റെ സമരനായകർ പോയപ്പോൾ അവർ വിളിച്ച മുദ്രാവാക്യം അമ്മേ ഞങ്ങൾ പോകുന്നു, തിരിച്ചു വന്നില്ലെങ്കിൽ കരയരുത് എന്ന് 1000-കണക്കിന് വരുന്ന, 10,000-കണക്കിന് വരുന്ന ഇന്ത്യയിലെ സമര യൗവനം ആ മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സമരത്തിൽ അണിചേർന്നത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ കർഷകൻ സമരം ചെയ്യുന്നത്. അവർ പോയി മരിച്ചാലും ഞങ്ങൾ പിന്മാറില്ല, ഈ സമരത്തിൽ നിൽക്കുകയാണ് ഞങ്ങൾ. അങ്ങനെയാണ് 44 പേർ മരിക്കുന്നത്. നിങ്ങൾ തീർത്ത എല്ലാ പടക്കോപ്പുകളെയും, യുദ്ധസമാനമായ എല്ലാ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളെയും കവച്ചു വെച്ചുകൊണ്ടാണ് അവർ ചെയ്യുന്നത്, സമരം ചെയ്യുന്നത്. അമിത്ഷാ പറഞ്ഞു, സമരത്തിൽ പങ്കെടുത്തവരെല്ലാം തീവ്രവാദികളാണ്, അവരെല്ലാം ഖാലിസ്ഥാൻവാദികൾ, അവരെല്ലാം തീവ്രവാദികൾ, അവരെല്ലാം മതതീവ്രവാദികളാണെന്ന് അമിത്ഷാ, ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയാണ് ഈ രാജ്യത്തോട് പറയുന്നത്. നിങ്ങളുടെ കയ്യിലല്ലേ എല്ലാ സംവിധാനവും ഇരിക്കുന്നേ? ഇന്റലിജന്റും കേന്ദ്ര ഇന്റലിജൻസും ഓയും എല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കല്ലേ? ആ സമരത്തിൽ പങ്കെടുക്കുന്നവർ ഡൽഹിയുടെ തെരുവോരങ്ങളിൽ ഇതേപോലെയുള്ള റോഡിൽ ഈ തണുപ്പിനെ എല്ലാം തന്നെ അതിജീവിച്ചുകൊണ്ട് സമരം ചെയ്യുന്ന ഇന്ത്യൻ കർഷകൻ തീവ്രവാദികളാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് തീവ്രവാദിയല്ലെന്ന് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, സമരം ചെയ്യുന്ന മനുഷ്യർക്ക് ബോധ്യമുണ്ട്. അവരെ പിന്തുണയ്ക്കുന്ന 10,000-കണക്കിന് വരുന്ന ഇന്ത്യയിലെ സമര യുവനങ്ങളും സമരഭടന്മാരുമുണ്ട്. എന്തെല്ലാം ഇല്ലാക്കഥകളാണ് പറഞ്ഞത്. പിന്നെയോ നരേന്ദ്രമോദി പറഞ്ഞു ഈ സമരത്തിന്റെ പിന്നിൽ ഇടതുപക്ഷമാണ്. നരേന്ദ്രമോദിയോട് സീതാറാം യെച്ചൂരി, CPIM-ന്റെ നേതാവ് യെച്ചൂരിയും CPI-യുടെ നേതാവ് സഖാവ് D രാജയും പറഞ്ഞു ഈ സമരത്തിന്റെ പിന്നിലല്ല ഇടതുപക്ഷം, ഈ സമരത്തിന്റെ മുന്നിലാണ് ഇടതുപക്ഷം എന്ന് പറഞ്ഞത് വെറുതെയല്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിയോ രാജ്യത്ത് എല്ലായിടത്തുമുണ്ടെന്ന് പറയുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പതാകയോ ഇന്ത്യയിൽ നടക്കുന്ന, ഡൽഹിയിൽ നടക്കുന്ന ഈ സമരത്തിന്റെ എവിടെയെങ്കിലും ഒരു മൂലയിൽ കാട്ടാൻ കഴിയുമോ? എന്നാൽ നിങ്ങൾ ദൃശ്യമാധ്യമങ്ങൾ കാണുന്നവർ
നിങ്ങൾ നവമാധ്യമങ്ങളിലൂടെ കാണുന്നവരെല്ലാം കാണും, 10,000-കണക്കിന് വരുന്ന ചെമ്പതാകയും ഏന്തിക്കൊണ്ട് സമര കേന്ദ്രങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് വരുന്ന കർഷകൻ വരുന്നു. എന്തുകൊണ്ടാണ് വരുന്നത്? വെറുതെ വരുമല്ല. അവന്റെ അവകാശങ്ങളെ സംരക്ഷിക്കാൻ, അവനെ സംരക്ഷിക്കാൻ, ഇന്ത്യയിലെ കർഷകനൊപ്പം നിൽക്കാൻ ഇടതുപക്ഷമാണെന്ന ഉറച്ച ബോധ്യത്തിന്റെയും ധാരണയുടെയും അടിസ്ഥാനത്തിലാണ് സമരം ചെയ്യുന്ന കർഷകനെല്ലാം ഈ ചെങ്കൊടിയും ഏന്തിക്കൊണ്ട് സമരത്തിലേക്ക് വരുന്നത്. ഇപ്പോ ഉണ്ടോ കോൺഗ്രസ്? ഇന്ത്യയിലെ പ്രധാന രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. രാജ്യം ഏതാണ്ട് 70% വരുന്ന വർഷം ഭരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനം. കഴിഞ്ഞ ദിവസം ഏതാണ്ട് അതിന്റെ ജന്മദിനമായിരുന്നു. ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യയിലെ കർഷകർ വലിയ പ്രക്ഷോഭം രാജ്യത്ത് തലസ്ഥാനത്ത് സംഘടിപ്പിക്കുമ്പോൾ അതിനെ നയിക്കാൻ അവർ കൂടെ ഇവിടെയെല്ലാം ഫ്ലക്സ് വെക്കുന്ന AICCയുടെ പ്രസിഡന്റായി വേണ്ടത് രാഹുൽ ഗാന്ധിയാണെന്ന് അവകാശപ്പെടുന്ന രാഹുൽ ഗാന്ധി ഇറ്റലിയിലേക്ക് പോയി. വേറെ പിന്നെ ഒരാള് രാഹുൽ ഗാന്ധിയുടെ സഹോദരി പ്രിയങ്ക ഗാന്ധി, പുള്ളിക്കാരി ഒരു ട്വീറ്റ് ചെയ്തു. ഓർമ്മല്ല, പറഞ്ഞത് പശുവിനെ നോക്കണം. 10,000-കണക്കിന് വരുന്ന ഇന്ത്യൻ കർഷകൻ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി രാജ്യത്ത് പ്രക്ഷോഭം സംഘടിപ്പിക്കുമ്പോ ആ പ്രക്ഷോഭത്തിന്റെ മുൻപന്തിയിൽ വരാൻ, ആ പ്രക്ഷോഭത്തെ നയിക്കാൻ എന്തുകൊണ്ടും ബാധ്യതപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഈ രാജ്യത്ത് സമ്മാനിച്ച പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന്റെ വർത്തമാനകാല പ്രതികർ, വർത്തമാനകാല നേതാക്കന്മാരാണ് പറയുന്നത് പശു. വേറൊരാള് ഇറ്റലി. വേറെ ആരെങ്കിലും ഉണ്ടോ രാജ്യത്ത് കോൺഗ്രസിനെ നയിക്കാൻ? ഒരാളുമില്ല. എന്നാൽ അവിടെയുണ്ട് സഖാവ് ബിനോയ് വിശ്വമുണ്ട്, അവിടെയുണ്ട് സഖാവ് KK രാഗേഷുണ്ട്, അവിടെയുണ്ട് സഖാവ് സീതാറാം യെച്ചൂരി ഉണ്ട്, അവിടെയുണ്ട് സഖാവ് D രാജയുണ്ട്, അവിടെയുണ്ട് AISF-ന്റെയും AIYF-ന്റെയും മറ്റിടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ സമരനായകന്മാർ ആ സമരത്തോടൊപ്പം അണിചേർന്ന് ഡൽഹിയിൽ ഇന്നുണ്ട്. പക്ഷെ അവിടെ കോൺഗ്രസ് ഇല്ല. കോൺഗ്രസിനെ അവിടെ കാണാനില്ല. പ്രിയങ്ക ഗാന്ധിക്ക് പശു, രാഹുൽ ഗാന്ധിക്ക് ഇറ്റലി. ഇപ്പൊ ഇവിടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ ഈ പ്രസ്താവന, ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCCയുടെ പ്രസിഡന്റ് ഈ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ഈ കേരളത്തിൽ എല്ലായിടത്തും ഒരു ജാഥ നടത്തി. ജാഥയിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറയുന്ന കേട്ട് ഇത് ശരിയല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്ത്യയിൽ പറയണ്ടേ? മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പാർട്ടി നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിൽ പറയണ്ടേ? പറയുന്നില്ല. അതാണ് പ്രശ്നം. രാജ്യത്ത് ഈ പ്രക്ഷോഭത്തെ നയിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇല്ല. അതിന്റെ കാരണം വേറൊന്നും കൊണ്ടല്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഈ കർഷക സമരവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന്റെ നേതൃത്വത്തിലേക്ക് കടന്നു വരാൻ സാധ്യമല്ല. കാരണം ഈ കർഷകനെ ദ്രോഹിക്കുന്നതിൽ നരേന്ദ്രമോദിയോടൊപ്പമോ നരേന്ദ്രമോദിക്ക് മുമ്പോ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ചെയ്തതും ഈ കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് മന്തുകാലുള്ളവൻ മന്തുകാല് മണ്ണിൽ പൂഴ്ത്തിയിട്ടിട്ട് നാട്ടിൽ പന്ത് കളിക്കാൻ ഇറങ്ങിയാൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് 2 കാലിലും മന്താണ്. ഞാൻ മന്തുകാലം മണ്ണിൽ പൂഴ്ത്തിയിട്ടിട്ട് നാട്ടിലിറങ്ങി ഫുട്ബോൾ കളിക്കാൻ ഇറങ്ങിയാൽ നടക്കുമോ? നടക്കത്തില്ല. കാരണം കളിക്കണമെങ്കിൽ കാല് വേണ്ടേ, പന്തടിക്കണമെങ്കിൽ കാല് വേണ്ടേ. ഈ കോൺഗ്രസിന്റെയും BJPയുടെയും അവസ്ഥ ഒരേപോലെ തന്നെയാണ്. അവർക്ക് കർഷകരെയോ അവർക്ക് ഈ രാജ്യത്തിന്റെ സാമാന്യ ജനവിഭാഗത്തെയോ സംരക്ഷിക്കാൻ വേണ്ടി അവർ യാതൊരു നിലയും സ്വീകരിക്കില്ലെന്ന് 2 പാർട്ടിയും രാജ്യം ഭരിച്ചത് വഴി രാജ്യത്തിന് ബോധ്യമായതാണ്. അതുകൊണ്ടാണ് കോൺഗ്രസും ഈ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്നത്. അവിടെയാണ് ഇടതുപക്ഷം ഈ സമരത്തോടൊപ്പം നിൽക്കുന്നത്. ഈ സമരം എത്രമേൽ നീണ്ടു നിന്നാലും, ഈ സമരം വിജയം വരെ പ്രക്ഷോഭത്തിലേക്ക് ഇന്ത്യയിലെ കർഷകർ പോകുമ്പോൾ ആ കർഷകർക്കൊപ്പം വലിയ പ്രക്ഷോഭവുമായി AIYF-ഉം ഇന്ത്യയിലെ ഇടതുപക്ഷ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും കടന്നു വരും. യാതൊരു തർക്കവും വേണ്ട. കാരണം നമുക്ക് അന്നം തരുന്ന കർഷകനില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. നമ്മളെല്ലാം ഈ സമരത്തെ പിന്തുണയ്ക്കുന്ന ഒരു കനേഡിയൻ യുവതി, അവർ ഈ കർഷക സമരത്തെ ട്വീറ്റ് ചെയ്തുകൊണ്ട് അവർ പറഞ്ഞത്, ഈ സമരത്തെ രാജ്യത്ത് നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട ഈ പ്രക്ഷോഭത്തെ പിന്തുണച്ചുകൊണ്ട് അവർ പറഞ്ഞത്, ഈ രാജ്യത്തും ലോകത്തും ഉള്ളവർക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഒരു ഡോക്ടറെ കാണാതിരിക്കാം, വേണമെങ്കിൽ ഒരു ദിവസം ഒരു വക്കീലിനെ കാണാതിരിക്കാം, വേണമെങ്കിൽ ഒരു ദിവസം ഒരു ഡോക്ടറെയോ വക്കീലിനെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഭരണത്തിലിരിക്കുന്ന ആരെയോ ഒരാളെയോ കാണാതിരിക്കാം. പക്ഷേ ഒരു കർഷകനെ കാണാതിരിക്കാൻ ഒക്കത്തില്ല. 3 തരം കാണാതിരിക്കാൻ ഒക്കത്തില്ല എന്ന് പറഞ്ഞാൽ അവന്റെ മനസ്സിൽ കർഷകൻ വരാതിരിക്കാൻ കഴിയില്ല. കാരണം നാം 3 നേരം ആഹാരം കഴിക്കുമ്പോൾ ഈ രാജ്യത്തെ മണ്ണിനോട് മല്ലടിച്ച് മണ്ണിനെ പൊന്നാക്കി വിളയാക്കി ആ ആഹാരമാക്കി നമുക്ക് തരുന്ന കർഷകന്റെ മനസ്സ് നമ്മുടെ മുമ്പിൽ വരും.
ആ കർഷകനെ നമുക്ക് കാണാതിരിക്കാൻ കഴിയില്ല. കറക്റ്റ്, ഏറ്റവും യാഥാർത്ഥ്യമായ, ഏറ്റവും വസ്തുതാപരമായ ഒരു വാക്കാണ് അവർ പറഞ്ഞത്. കർഷകനെ കാണാതിരിക്കാൻ സാധ്യമല്ല. വേറെ ആരെയും നമുക്ക് കാണാതിരിക്കാം. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ, നമുക്ക് അസുഖം ഉണ്ടെങ്കിൽ ഡോക്ടറെ കണ്ടാൽ മതി, നമുക്ക് കേസുണ്ടെങ്കിൽ പോലീസിനെ കണ്ടാൽ മതി, കോടതിയിൽ കേസുണ്ടെങ്കിൽ വക്കീലിനെ കണ്ടാൽ മതി. ഇല്ലെങ്കിൽ നമുക്ക് അവരെ പോയി കാണേണ്ട കാര്യമില്ല. അവർ പറഞ്ഞത് ഏറ്റവും വസ്തുതാപരമായ കാര്യമാണ്. കർഷകനെ കാണാതിരിക്കാൻ കഴിയില്ല. കർഷകനെ നാം വീട്ടിലിരുന്ന് ആഹാരം കഴിക്കുമ്പോൾ, ചപ്പാത്തി കഴിക്കുമ്പോൾ, ദോശ കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ ചോറ് കഴിക്കുമ്പോൾ അതിന് പിന്നിൽ ഏതാണ്ട് വർഷങ്ങളോളം, ദിവസങ്ങളോളം പാടത്തും പറമ്പിലുമെല്ലാം പണിയെടുത്ത ഇന്ത്യൻ കർഷകന്റെ വിയർപ്പിന്റെ അംശം അതിനോട് ചേർന്നിരിക്കും. അതുകൊണ്ട് അവനെ കാണാതെ നമുക്ക് പോകാൻ സാധ്യമല്ല. അതാണ് ഈ സമരം ഇത്രമേൽ ജനകീയവൽക്കരിക്കപ്പെടുന്നത്. അതാണ് ഈ സമരം ഇത്രമേൽ ആളുകൾ ഏറ്റെടുത്തു വരുന്നത്. കാരണം ജീവിക്കാൻ വേണമെങ്കിൽ നമുക്ക് ആരോഗ്യം വേണം. ജീവൻ നിലനിർത്തണമെങ്കിൽ ആരോഗ്യം വേണം. ആരോഗ്യം വേണമെങ്കിൽ ഭക്ഷണം വേണം. ആ ഭക്ഷണം ഉണ്ടാക്കുന്ന കർഷകനെ, അവന്റെ അവകാശങ്ങളെല്ലാം ധ്വംസിച്ചുകൊണ്ട് അവനെ ഇത്രമേൽ ദുരിത സമാനമായ നിലയിലേക്ക് തള്ളിവിടുകയാണ് പറഞ്ഞത്. ഈ രാജ്യത്തിന്റെ ഏറ്റവും അവസാനം വന്ന കണക്കനുസരിച്ച് പ്രതിദിനം 1 മിനിറ്റിൽ 33 ഇന്ത്യൻ കർഷകൻ രാജ്യത്തിന്റെ പല കേന്ദ്രങ്ങളിലായി ആത്മഹത്യ ചെയ്യുന്നുണ്ട്. 33 കർഷകൻ. ആ 33 ഇന്ത്യൻ കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന നാടാണ് ഇന്ത്യ. ആ നാട്ടിലാണ് ആ ഇന്ത്യൻ കർഷകനെ ആത്മഹത്യയുടെ വിളനിലമായി ഈ രാജ്യത്തെ മാറ്റാൻ നരേന്ദ്രമോദിയും സംഘപരിവാരുകാരും ശ്രമിക്കുമ്പോൾ പ്രതിദിനം 1 മിനിറ്റിൽ 33 വരുന്ന ഇന്ത്യൻ കർഷകൻ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കുമ്പോൾ അവന്റെ ജീവിതം, അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാതെ വരുമ്പോൾ, അവന്റെ ഉൽപ്പന്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്തരേന്ത്യയിൽ, ഡൽഹിയിൽ എല്ലാ കേന്ദ്രങ്ങളും റോഡുകളിൽ കൊണ്ട് ഉള്ളിയും സവാളയും എല്ലാം ഇന്ത്യൻ കർഷകൻ നിക്ഷേപിച്ച് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് പോകുന്നത് അവന് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ആ കർഷകൻ 33 ഇന്ത്യൻ കർഷകൻ ആത്മഹത്യ ചെയ്യുമ്പോൾ ശ്മശാനമുഖമായ കണ്ണീർ പാടങ്ങൾ കൊയ്യുന്ന കേന്ദ്രങ്ങളായി ഇന്ത്യൻ കാർഷിക മേഖല അതപ്പതിക്കുമ്പോൾ ആ കാർഷിക മേഖലയെ ആ നിലയിലേക്ക് കൊണ്ടുപോകാൻ ഈ സംഘപരിവാര കേന്ദ്രത്തിന്റെ വിധാതാക്കൾ, അതിന്റെ പ്രയോക്താക്കൾ ഇത്രമേൽ ജനവിരുദ്ധമായ, കർഷക വിരുദ്ധമായ നയങ്ങൾ സ്വീകരിക്കുന്നത് ഒരു നിലയിലും ഇന്ത്യയിൽ ഒരാൾക്കും അംഗീകരിക്കാൻ സാധ്യമായതല്ല. അതാണ് നാം ഇത്രമേൽ സമരത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആത്മഹത്യയുടെ കേന്ദ്രമാക്കി ഇന്ത്യ മാറ്റുന്നു. ഇപ്പൊ കർഷക സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വമാകുന്നു 44 പേർ. ഇനിയും അതിലേറെ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന രക്തസാക്ഷിത്വത്തിലേക്ക് പോകും ഈ സമരം നീണ്ടു നിന്നാൽ. അങ്ങനെ വരുന്നു. അങ്ങനെയെല്ലാം ഈ രാജ്യത്തിന്റെ മഹത്തായ എല്ലാ സംവിധാനങ്ങളെയും തകർക്കുന്ന ഈ സംഘപരിവാര കേന്ദ്രം നിങ്ങൾ മാതൃകയാക്കേണ്ടത്, നരേന്ദ്രമോദിയും അമിത്ഷയും BJP-ക്കാരുമെല്ലാം മാതൃകയാകേണ്ടത് ഇന്ന് തെക്കേയറ്റത്തെ കേരളമെന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഗവൺമെന്റ് ഈ കേരളം ഭരിക്കുന്നുണ്ട്. ഉമ്മൻചാണ്ടിയും ആന്റണിയും എല്ലാം ഭരിച്ചിരുന്ന കാലത്ത് കാർഷിക മേഖലയിൽ കൃഷിക്കാരെല്ലാം ആത്മഹത്യ ചെയ്തിരുന്ന കർഷക ആത്മഹത്യകളുടെ നാടായിരുന്നു കേരളവും. ഇന്ന് ഈ കേരളത്തിന്റെ പുലരികൾ എല്ലാ ദിവസവും പുലരികൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ, നാം എല്ലാം ഉണർന്നെണീറ്റ് വരുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന പത്രമാധ്യമങ്ങളിൽ കേരളത്തിന്റെ ഏതെങ്കിലും ഒരു കേന്ദ്രങ്ങളിൽ ഈ കേരളത്തിലെ ഒരു കർഷകൻ ഒരു തുണ്ട് കയറിലോ ഒരു നെല്ല് വിഷത്തിലോ തന്റെ ജീവിതം അവസാനിപ്പിക്കുന്ന കഥ കേട്ടുകൊണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ എന്താണ്? നിങ്ങൾ നോക്കണ്ടേ കേരളത്തെ? കഴിഞ്ഞ 4.5 വർഷക്കാലം കൊണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു കർഷകന്റെ അവകാശ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് UDF-നോ പ്രതിപക്ഷത്തിനോ BJP-ക്കോ ഈ കേരളത്തിന്റെ ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന്റെ പടിക്കലേക്ക് ഒരു ദിവസം അരമണിക്കൂർ 1 മിനിറ്റ് സമരം ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഈ കേരളത്തിന്റെ കാർഷിക മേഖലയെ സമ്പൂർണമായി പരിഷ്കരിച്ചില്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി? ഈ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ചരിത്രത്തിലാദ്യമായി കർഷക ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചു കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഉമ്മൻചാണ്ടി അധികാരത്തിലുള്ള കാലത്ത് നെൽപ്പാടകളെല്ലാം നികത്തി വിമാനത്താവളങ്ങൾക്കും മൾട്ടിനാഷണൽ കോംപ്ലക്സുകൾക്കും പണിയാൻ അവസരമൊരുക്കി കൊടുത്തിരുന്നു. നാം കണ്ടു ആറന്മുളയിൽ, മെത്രാൻകായലിലെല്ലാം നമ്മൾ വലിയ പ്രക്ഷോഭം AIYF അടക്കം സംഘടിപ്പിച്ചു. ആറന്മുളയിൽ ദിവസങ്ങളോളം നീണ്ടുനിന്ന സമരം സംഘടിപ്പിച്ചു.
ആ മെത്രാങ്കായലിലും ആറന്മുളയിലുമെല്ലാം തന്നെ നെല്ല് വിതച്ച് നെല്ല് കൊയ്ത് വിള എടുത്ത് 100 മേനി കൊയ്തുകൊണ്ട് കേരളത്തിന്റെ ആരാധ്യനായ ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രി സഖാവ് VS സുനിൽകുമാറും കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനും നിൽക്കുന്ന ചിത്രം നമ്മളെല്ലാം കണ്ട്. അതാണ് സമീപനം. അതാണ് ഇടതുപക്ഷ സമീപനവും വലതുപക്ഷ സമീപനവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് കോൺഗ്രസും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. അതാണ് കോൺഗ്രസും ബിജെപിയും ഇടതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ നെൽപ്പാടങ്ങൾ നികത്തി വിമാനത്താവളങ്ങൾ സൃഷ്ടിക്കാൻ തീരുമാനിച്ചപ്പോൾ അവിടെ നെല്ല് വിതച്ച് നെല്ല് കൊയ്യാൻ ഇടതുപക്ഷം തീരുമാനിച്ചു. നെൽപ്പാടങ്ങൾ ഉണ്ടായി. ഉമ്മൻചാണ്ടി ഭരിച്ചിരുന്ന കാലത്ത് 6 ലക്ഷം ടൺ നെല്ലായിരുന്നു കേരളത്തിൽ ഉത്പാദിപ്പിച്ചിരുന്നെങ്കിൽ ഇപ്പൊ അത് 16 ലക്ഷം ടണ്ണായി ഉയർത്തിയത് ഒരു സമീപനത്തിന്റെ, ഒരു ദർശനത്തിന്റെ, കർഷകനെ സഹായിക്കാൻ, കർഷകനെ സംരക്ഷിക്കുന്ന ഒരു നില ഇടതുപക്ഷം സ്വീകരിച്ചതുകൊണ്ടാണ്. അത് മാത്രമാണ്. ഉത്തരേന്ത്യയിൽ മറ്റു പല കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം നാം പച്ചക്കറികളെല്ലാം ആശ്രയിച്ചിരുന്നു. ഇപ്പൊ സഖാവ് VS സുനിൽകുമാർ മുറ്റത്തൊരു മുല്ല, മുറ്റത്തൊരു കൃഷി, അങ്ങനെ ഒരുപാട് നമ്മുടെ വീട്ടുപറമ്പിൽ ലോക്ക്ഡൌണുമായി ബന്ധപ്പെട്ടുമല്ലാതെയും പച്ചക്കറി കൃഷി ഇവിടെ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ സ്വയം പര്യാപ്തതയിലേക്ക് കേരളം മാറി. കർഷകന് പെൻഷൻ, കർഷകന് റോയൽറ്റി, അങ്ങനെ എല്ലാ നിലയിലും ക്ഷേമനിധി ബോർഡ്, അവന്റെ വിളകൾക്ക് താങ്ങുവില, അങ്ങനെ കർഷകനെ സഹായിക്കുന്ന, കർഷകനെ സംരക്ഷിക്കുന്ന നിലപാട് ഇടതുപക്ഷം സ്വീകരിച്ചത് കൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കർഷക ആത്മഹത്യയുടെ വിളനിലമായിരുന്ന കേരളത്തെ അതിൽ നിന്ന് മാറ്റി ആത്മഹത്യയിൽ നിന്ന് അവന്റെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ, അവന്റെ ജീവിതം തള്ളി നീക്കാൻ, അവനെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ വേണ്ട നില ഇടതുപക്ഷം സ്വീകരിച്ചത് കൊണ്ടാണ്. നിങ്ങൾ മാതൃകയാക്കണ്ടേ ഈ ബിജെപിക്കാർ? അറിയാൻ വയ്യെങ്കിൽ ഈ സുരേന്ദ്രൻ നരേന്ദ്രമോദിക്ക് വല്ലപ്പോഴും ഒക്കെ അവിടെ ചെന്ന് പറഞ്ഞു കൊടുക്കണ്ടേ? നിങ്ങൾ കേരളത്തെ കണ്ടുപഠിക്ക്. എങ്ങനെയാണ് കേരളത്തിൽ ഇടതുപക്ഷം ഇതെല്ലാം സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം ബിജെപിക്കാർ കേരളത്തിലെ. അല്ലാതെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവിടെ കുറെ സമരം ചെയ്യാൻ മാത്രം ബിജെപിക്കാർ നിന്നാൽ പോരാ. ഇതിനെല്ലാം സംരക്ഷിക്കാനുള്ള നില കൂടി സ്വീകരിക്കണം. അങ്ങനെ ഈ നാടിന്റെ ഏറ്റവും മഹത്തായ, അല്ലെങ്കിൽ നാട്ടിലെ ജനപക്ഷത്ത് നിൽക്കുന്ന എല്ലാ പേരും ജനകീയമായി ഈ സമരത്തിലേക്ക് വരുന്നത് അതുകൊണ്ടാണ്. അവന് ജീവിക്കാൻ, നമുക്കെല്ലാവർക്കും ജീവിക്കുവാനുള്ള നമ്മുടെ എല്ലാം ആരോഗ്യം, നമ്മുടെ എല്ലാം കരുത്തായി നിൽക്കാൻ വേണ്ടുന്ന സാഹചര്യം ഒരുക്കേണ്ട ഭരണാധികാരി കേന്ദ്രം അതിന് വിരുദ്ധമായ നില സ്വീകരിക്കുമ്പോൾ, ഭരണകൂടം ജനജീവിതത്തെ ദുസ്സഹമാക്കുന്ന നിലയിലേക്ക് ആത്മഹത്യയുടെ വിളനിലമാക്കി ഈ നാടിനെ മാറ്റാൻ തീരുമാനിക്കുമ്പോൾ, കുത്തക മുതലാളിത്തത്തിന് വേണ്ടി മഹത്തായ ഈ നാടിന്റെ മണ്ണും വിണ്ണും ആകാശവും എല്ലാം തിരഞ്ഞെടുത്തി കൊടുക്കാൻ ഈ സംഘപരിവാര കേന്ദ്രത്താൽ നിയന്ത്രണമാർന്ന ഈ ഭരണകൂടം നയം സ്വീകരിക്കുമ്പോൾ അതിനെതിരായി ശക്തമായ പ്രതിഷേധം രാജ്യത്തെമ്പാടും ഉയർന്നു വരും. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ രാത്രിയിൽ എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെമ്പാടും ഇങ്ങനെ ഒരു രാത്രി സമരം എഐവൈഎഫിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത് രാജ്യത്ത് അധികാരത്തിലിരിക്കുന്ന ഈ നരാധമനായ നരേന്ദ്രമോദിയുടെ അധികാര കേന്ദ്രത്തിൽ അമർന്നിരിക്കുന്ന അധികാര കസേരയിൽ, ഇന്ദ്രപ്രസ്ഥത്തിലെ അധികാര കസേരയിൽ അമർന്നിരിക്കുന്ന നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ബദിരകർണങ്ങളെ കേൾപ്പിക്കുന്ന തരത്തിൽ കനത്ത പ്രക്ഷോഭമായി ഈ കർഷക സമരം മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് യാതൊരുവിധ ചർച്ചയും കർഷകരോടില്ലെന്ന് ആദ്യം പ്രഖ്യാപിച്ച നരേന്ദ്രമോദി ഉപാധികളോട് സമരത്തിലേക്ക്, ചർച്ചയിലേക്ക് വരാമെന്നും പിന്നീട് യാതൊരുവിധ ഉപാധിയുമില്ലാതെ ഈ കർഷകരുമായി സമരത്തിലേക്ക്, ചർച്ചയിലേക്ക് വരാമെന്ന് നരേന്ദ്രമോദി പറയേണ്ടി വന്നത് ഈ കർഷകന്റെ ഏതാണ്ട് 502 അധികം വരുന്ന ഇന്ത്യയിലെ കർഷക സംഘടനകളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ശക്തിയാർന്ന സംഘബലത്തിന്റെയും സമരത്തിന്റെയും ഭാഗമായിട്ടാണ്. അതുകൊണ്ട് ഈ സമരം ഏറ്റവും വലിയ ഐതിഹാസികമായ സമരമായി മാറും. സ്വാതന്ത്ര്യാനന്തര ഭാരതം ദർശിച്ചിട്ടുള്ള മഹത്തായ സമരങ്ങളുടെ ചരിത്രത്തിലേക്ക് പങ്കാളിപ്പികളാൽ രേഖപ്പെടുത്തുന്ന മഹത്തായ പ്രക്ഷോഭമായി ഈ പ്രക്ഷോഭം മാറുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ പ്രക്ഷോഭം വിജയം വരെയും പോകാൻ വേണ്ടുന്ന എല്ലാ പ്രവർത്തനങ്ങളിലേക്കും കർഷക സംഘടനകൾ വരുമ്പോൾ അവർക്ക് പിന്തുണയും പിൻബലവുമായി ഈ രാജ്യത്തെ ആദ്യത്തെ സംഘടിത ദേശീയ യുവജന പ്രസ്ഥാനമായ എഐവൈഎഫ് എന്ന സമര സംഘടന ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ രാത്രി പുലരുവോളം വലിയ പ്രക്ഷോഭത്തിലേക്ക് രാജ്യത്തും സംസ്ഥാനത്തുമെല്ലാം വരും. മരം കോച്ചുന്ന തണുപ്പിനെ
ആ തണുപ്പിനെ തൃണവൽക്കരിച്ചുകൊണ്ട് ഡൽഹിയിൽ സമരം ചെയ്യുന്ന ഇന്ത്യൻ കർഷകന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് AIYF നടത്തുന്ന ഈ ചരിത്രപരമായ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സമര പോരാളികൾക്കും നമ്മെ വീക്ഷിച്ച മുഴുവൻ ജനാധിപത്യ മതേതര വിശ്വാസികൾക്കും AIYF-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പേരിലുള്ള ഹൃദയപൂർവ്വമായ നന്ദിയും അഭിവാദ്യവും കൂടി നേർന്നുകൊണ്ട് ഞാൻ എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ സമരത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിക്കാൻ AIYF-ന്റെ മുൻ നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള സംസ്ഥാന കൗൺസിൽ അംഗം കൂടിയായ സഖാവ് അഡ്വക്കേറ്റ് R. വിജയകുമാറിനെ നിങ്ങളുടെ എല്ലാം അനുവാദത്തോടു കൂടി ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ട സാ വിനോദ്, സാവ് ജഗത് വെല്ലാലി, AIYF-ന്റെ ആദരണീയരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, യുവജനങ്ങളുടെ ഈ സമരം കാണാനും അതിനോടുള്ള ഒരു സഹഭാവം രേഖപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ എത്തിയത്. ദീർഘമായ പ്രസംഗങ്ങളെല്ലാം നമ്മുടെ ചെറുപ്പക്കാരായിട്ടുള്ള സഹാക്കൾ നടത്തണം. അതിന് കഴിയുന്ന ധാരാളം പേർ ഇപ്പോൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ ഈ രാത്രിയിൽ നമ്മുടെ സഹാക്കൾ ഇങ്ങനൊരു സമരം സംഘടിപ്പിച്ചത് രാജ്യവ്യാപകമായി നടന്നു വരുന്ന കർഷക പ്രക്ഷോഭത്തിന് അഭിവാദ്യം തരുന്നതിനാണ്. ചരിത്രത്തിലെ ധാരാളം വലിയ സംഭവങ്ങൾ അർദ്ധരാത്രിയിൽ നടന്നിട്ടുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന് പേരുള്ള പുസ്തകം ലാരി കോളിൻസും ഡൊമിനിക് ലാപ്പിലും ചേർന്ന് എഴുതിയത് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ഒരർദ്ധരാത്രിയിലാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. 4 പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ബ്രിട്ടീഷ് ആധിപത്യത്തെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരുപാട് പോരാട്ടങ്ങളുടെ അവസാന വിധിയായി നമുക്ക് സ്വാതന്ത്ര്യം ലഭ്യമായത് ഒരർദ്ധരാത്രിയിലാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ സകലമായ ആളുകളും സ്വാതന്ത്ര്യമെന്ന് ദാഹിച്ചു കൂട്ടുന്ന ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ആ സ്വാതന്ത്ര്യ ദിനത്തിൽ മതിമറന്ന് ആഹ്ലാദിച്ച ദിനമാണ്. ആ ദിനത്തിൽ നമുക്ക് ഏറ്റവും ഏറെ എല്ലാ കുതന്ത്രങ്ങളും ഈ രാജ്യത്തിനെ ദ്രോഹിക്കാനുള്ള സകല പണികളും ചെയ്തുകൊണ്ടിരിക്കുന്നത് അർദ്ധരാത്രിയിലാണ്. ഒരു ദിവസം രാത്രിയിലാണ് ഇവിടെ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. രാജ്യത്തെ നിലവിലുണ്ടായിരുന്ന എല്ലാ കറൻസിയും റദ്ദായിക്കൊണ്ട് കള്ളപ്പണക്കാരനെ പിടികൂടാൻ വേണ്ടി നരേന്ദ്രമോദി ഇങ്ങനെ അള്ളു വെച്ച് പിടിക്കുന്ന പോലെ കള്ളപ്പണക്കാരനെ പിടികൂടാൻ വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് രാത്രിയിൽ നോട്ട് നിരോധനം പ്രഖ്യാപിച്ചത്. അതിൻ്റെ കെടുതികളെല്ലാം രാജ്യം നല്ലവണ്ണം അനുഭവിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുണ്ട്, 1.5 വർഷം കഴിയുമ്പോൾ മിക്കവാറും ഇന്ത്യൻ കാർഷിക മേഖലയിൽ കൃഷിക്കാർക്കുള്ളത് എന്തെങ്കിലും ഉണ്ടാകുമോ അവശേഷിക്കുമോ എന്നുള്ള കാര്യം നല്ലോണം ആലോചിച്ചാൽ മതി. മിക്കവാറും അപ്പോഴത്തേക്ക് ഇന്ത്യൻ കാർഷിക മേഖല, ഇന്ത്യൻ കർഷകർ തകർന്നടിഞ്ഞ് നശിച്ച് നാമാവശേഷമായി കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി ഈ രാജ്യത്തെ അടിമരാജ്യമാക്കി മാറ്റുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ രാജ്നാഥ് സിംഗിനെ പറയുമ്പോൾ ഞാൻ ഓർത്തത് നോട്ട് നിരോധനത്തിന്റെ കാലത്ത് 56 ഇഞ്ച് നെഞ്ചളവാണല്ലോ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രത്യേകത. അദ്ദേഹം പറഞ്ഞു 56ാമത്തെ ദിവസം നിങ്ങൾക്കിതിൻ്റെ ശരിയായിട്ടുള്ള ഒരു ഫലം മനസ്സിലാക്കാൻ പറ്റും. അതിനു മുമ്പ് തന്നെ അങ്ങനെ അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പരസ്യമായി ഗുജറാത്തിന്റെ ഏതെങ്കിലും തെരുവിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് എന്നെ ശിക്ഷിക്കാം, എന്നെ വേണമെങ്കിൽ കെട്ടിത്തൂക്കാം. ആരും നരേന്ദ്രമോദിയെ കെട്ടിത്തൂക്കാൻ പോയതുമില്ല, നരേന്ദ്രമോദി ആത്മഹത്യ ചെയ്തതുമില്ല. സംഭവിച്ചില്ലല്ലോ അങ്ങനെ.
ആ രാജ്യത്താണ് പറയുന്നത് 1.5 വർഷം കാത്തിരിക്കൂ. ഈ കൃഷിക്കാരുടെ നിയമം നടപ്പിലാക്കിയിട്ട് 1.5 വർഷം കാത്തിരുന്നതിന് ശേഷം കൃഷിക്കാരുടെ അനുഭവങ്ങൾ പരിശോധിച്ചിട്ട് നമുക്ക് തിരുത്താം എന്ന് ജനങ്ങളോട് പറയുകയാണ്. നിങ്ങൾ നോക്കൂ, സ്വതന്ത്ര ഇന്ത്യയിൽ ഇതുപോലൊരു പ്രക്ഷോഭം നടന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് കൃഷിക്കാർ അവരുടെ കൃഷി ആയുധങ്ങളുമായിട്ട്, അവരുടെ ട്രാക്ടറുകളുമായിട്ട് ഇങ്ങനെ ഈ മരം കോച്ച് തണുപ്പത്ത് ഡൽഹിയിൽ വന്നിട്ട് ഇങ്ങനെ കിടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അഹങ്കാരികളായ കൃഷിക്കാര് ആരും പറയുന്നത് കേൾക്കുന്നില്ല. അവർ സമരം ചെയ്യുകയാണ്. ജയ് ജവാൻ ജയ് കിസാൻ എന്നാണ് അവരുടെ മുദ്രാവാക്യം. ഇപ്പോൾ കിസാൻ ലഡാക്കിൽ 0 ഡിഗ്രിക്കും താഴെയുള്ള തണുപ്പ് അതിജീവിച്ചുകൊണ്ട് അവർ ലഡാക്കിൽ കഴിഞ്ഞുകൂടുകയാണ്. ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ഗുണം കൊണ്ട് നമ്മുടെ പട്ടാളക്കാര് അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ എത്ര വലുതാണ്. ജവാന്റെ സ്ഥിതി അതാണ്. അപ്പോൾ പറയുന്നു, ഇന്ത്യയിലെ കൃഷിക്കാർ ജവാന്മാർക്കെതിരാണ് എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു കേന്ദ്രമന്ത്രി നമുക്കുണ്ടായിരിക്കുന്നു എന്നുള്ളത് കഷ്ടമാണ്. കൃഷിക്കാരനെ ശരിപ്പെടുത്തി, ജവാനെയും ശരിപ്പെടുത്തി. എത്രയോ ലക്ഷം ആളുകൾ ഈ ഡൽഹിയിൽ വന്ന് ഇങ്ങനെ കിടക്കുന്നതിനാണ്. കൃഷിക്കാരുടെ അഹങ്കാരം കൊണ്ടും പറഞ്ഞാൽ കേൾക്കാത്തതുകൊണ്ടും 6 തവണ ചർച്ച നടത്തി. കൃഷിക്കാർ പറയുന്നു, ഇങ്ങനൊരു സമരമുണ്ടോ? ഇങ്ങനൊരു സമരമുണ്ടോ? ഞങ്ങൾ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഗവൺമെന്റ് അംഗീകരിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് സാധ്യമാകുമോ? എവിടെങ്കിലും നമ്മൾ ഒരുപാട് സമരം നടന്നിട്ടുണ്ട്. സമരത്തിന് ഒത്തുതീർപ്പ് വേണ്ടേ? ഒത്തുതീർപ്പുണ്ടാവാൻ വിട്ടുവീഴ്ച വേണ്ടേ? ഈ കൃഷിക്കാർക്ക് വല്ല വിട്ടുവീഴ്ചയുണ്ടോ? അവർ സർക്കാർ പറയുന്നത് ഒന്നും കേൾക്കുന്നില്ലല്ലോ. അവർക്ക് ഒറ്റ ഡിമാൻഡേ ഉള്ളൂ, ഈ നിയമം റദ്ദാക്കിയാലല്ലാതെ ഈ സമരം അവസാനിപ്പിക്കുകയില്ല. എന്തുകൊണ്ടാണ് പറയുന്നത്? നമ്മുടെ നാട്ടിൽ സാധാരണ ഒരു ചൊല്ലുണ്ട്. അതായത് ഒരു വീട്ടിൽ അച്ഛനും മകനും ഒരു ദിവസം കല്യാണമുണ്ട്, വേലുകെട്ടുമുണ്ട്. അപ്പൊ മകൻ പറയുകയാണ്, ഒരു കാര്യം ചെയ്യും, ഞാൻ കല്യാണത്തിന് പോവാം, അച്ഛൻ വേല് കെട്ടാൻ പോകും. അതല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, അച്ഛൻ വേല് കെട്ടാൻ പോകും, ഞാൻ കല്യാണത്തിന് പോവാം. ഈ പറയുന്ന രണ്ടും ഒന്നും തന്നെ. എങ്ങനെയൊക്കെ വന്നാലും മോൻ കല്യാണത്തിന് പോകണം, അച്ഛൻ വേല് കെട്ടണം. ഇതാണ് പറയുന്നതിന്റെ അർത്ഥം. ഈ 6 ദിവസം തവണ വിളിച്ച് ചർച്ച ചെയ്തിട്ടും ഗവൺമെന്റ് പറയുന്നത് എന്താണ്? കൃഷിക്കാർ പറയുന്ന ഒറ്റ ഡിമാൻഡ് അംഗീകരിക്കാൻ തയ്യാറാകാതെ അവരെ പരിഹസിക്കുകയാണ്. ഇപ്പൊ വീണ്ടും ചർച്ചയ്ക്ക് നാളെ വിളിച്ചിരിക്കുകയാണ്. കൃഷിക്കാരോട് ഇത്രയും മര്യാദയില്ലാത്ത പെരുമാറ്റം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? നരേന്ദ്രസിംഗ് തോമർ, അദ്ദേഹമാണ് ഇന്ത്യയുടെ കൃഷിമന്ത്രി. ആ കൃഷിമന്ത്രി ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ത്യൻ കാർഷിക മേഖല ട്യൂമർ ബാധിച്ചിരിക്കുകയാണ്. 16 വർഷക്കാലങ്ങൾക്ക് മുമ്പ് കുഴപ്പത്തിലായ ഇന്ത്യൻ കാർഷിക മേഖലയ്ക്ക് പരിഹാരം കണ്ടെത്താൻ വേണ്ടി ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായി. എന്താണ്? നല്ല 1ാം തരം ചികിത്സയാണ്, കായകൽപ്പ ചികിത്സ വിധിച്ചത് സ്വാമിനാഥനാണ്. ആ സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് കഴിഞ്ഞ 16 വർഷക്കാലമായി പൂർത്തിവെച്ചിരിക്കുകയാണ്. അത് പുറത്തെടുത്തിട്ടില്ല. കോൺഗ്രസ് ഗവൺമെന്റ് എടുത്തിട്ടില്ല, BJPയുടെ ഗവൺമെന്റ് എടുത്തിട്ടില്ല. ഇവിടെ വിനോദ് പറഞ്ഞുകൊണ്ടിരുന്നത് അതാണ്. 16 വർഷക്കാലമായി സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തിവെച്ചിരിക്കുകയാണ്. നിങ്ങൾ ഈ സമരത്തിലേക്ക് കേട്ടിട്ടുണ്ട്. 2 ദിവസത്തിന് മുമ്പ് കോളിഫ്ലവർ കൃഷി ചെയ്ത കൃഷിക്കാർക്ക് കൃഷി അത് വിളഞ്ഞു കിടക്കുന്ന കോളിഫ്ലവർ പാടങ്ങളിലേക്ക് ട്രാക്ടർ കൊണ്ടിട്ട് നിരത്തി കളഞ്ഞു. എന്തുകൊണ്ട്? കോളിഫ്ലവർ 1 കിലോയ്ക്ക് 1 രൂപയാണ് വില. 1 രൂപയാണ് കിട്ടുന്നത്. അവന്റെ ഉൽപാദന ചെലവ് 30 രൂപയാണ്. അത് വിറ്റാൽ എത്ര കമ്പോളത്തിൽ വരുമ്പോൾ എത്ര രൂപയാണെന്ന് നമുക്കറിയാം. പക്ഷേ കൃഷിക്കാരന് കിട്ടുന്നത് 1 രൂപ. ആ 1 രൂപ വേണ്ടെന്ന് വെച്ചു. ആ കോളിഫ്ലവർ പാടങ്ങൾ നിരത്തിയവര് ട്രാക്ടർ കൊണ്ട് നിരത്തി. കൃഷി ചെയ്തിട്ട് കാര്യമില്ല. ഇത് കച്ചവടം ചെയ്താൽ പോലും കച്ചവടം ചെയ്യുന്നതിനുള്ള കാശ് പോലും കിട്ടാത്ത കൃഷിക്കാരൻ എന്തിനാണ് ഇത് കൃഷി ചെയ്യുന്നത്? ഇന്ത്യൻ കാർഷിക മേഖല മുഴുവൻ അങ്ങനെയാണ്. ഞാൻ നരേന്ദ്രമോദി ചോദിച്ചു മൻ കി ബാത്തിൽ, അദ്ദേഹം പറയുന്നത് ഇതുപോലെ പ്രശംസ പറയുന്ന ഒരു മുഖ്യമന്ത്രി, സ്വയം ആത്മപ്രശംസയ്ക്ക് വിധേയനാകുന്ന ഒരു പ്രധാനമന്ത്രി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? സ്വന്തം പ്രസിദ്ധിക്ക് വേണ്ടി എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നു. അദ്ദേഹം അമേരിക്കയിൽ പോയല്ലോ, ഹൗഡി മോഡി നടത്തിയല്ലോ. അവിടെ ആരാണ് പണം ചെലവാക്കിയത്? ഡെല്ലൂരി എന്ന് പറയുന്ന കമ്പനിക്ക് 1700
770 കോടി രൂപയുടെ ബിസിനസ്സാണ് അവിടെ വെച്ച് നടത്തപ്പെടുത്തിയത്. ചുമ്മാതല്ല. ഇവിടെ വന്നു മോഡി ട്രംപിന് സിലിണ്ടർ കൊടുത്തു. നീ എന്നെ ചൊറിഞ്ഞാൽ ഞാൻ നിനക്ക് ചൊറിയാം. ഇതാണല്ലേ പരസ്പര സഹായ സഹകരണ സംഘം. സ്വന്തം പ്രശംസയ്ക്ക് വേണ്ടി, സ്വന്തം പ്രശസ്തിക്ക് വേണ്ടി ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളിനെ കണ്ടിട്ടുണ്ടോ? ബരാക് ഒബാമയുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ഇന്ത്യയിൽ വന്നപ്പോൾ 5 ലക്ഷം രൂപ വിലയുള്ള അദ്ദേഹത്തിന്റെ വേഷമുണ്ടായിരുന്നു. നരേന്ദ്ര ദാമോദർ മോഡി അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഉടനീളം എഴുതിവെച്ചിരിക്കുകയാണ്, സ്വന്തം പേരറിയാത്തവരെ പോലെ. നമുക്കെല്ലാം പേരുണ്ട്, നമുക്കെല്ലാം അറിയാം. പിന്നെയാളാണ് നിൽക്കുന്നത്. വിനോദ് എന്ന പേരിന് അവകാശിയാണ് എടുത്തിരിക്കുന്നത്. വിജയകുമാറിന്റെ പേരിൽ എന്റെ പേരാണ്. എനിക്കതിന്റെ വസ്ത്രത്തിൽ കുറിച്ച് വെക്കേണ്ട കാര്യമില്ല. ഒരു കമ്പനിയെ കൊണ്ട് 5 ലക്ഷം രൂപയുള്ള വസ്ത്രം ഉണ്ടാക്കിയിട്ടാണ് അദ്ദേഹം അന്ന് പങ്കെടുത്തത്. ഇങ്ങനെ ആത്മപ്രശംസ, മൻ കി ബാത്തിലൂടെ ആത്മപ്രശംസ. ഇവിടെ കൊറോണയെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്തു പോകേണ്ട കാര്യമില്ല. പക്ഷേ ഇന്ത്യയിൽ കൊറോണ ബാധിച്ചപ്പോ എല്ലാ ആളുകളും നമുക്ക് ഇതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ആളുകളുണ്ട്. മഹാമാരികൾ വരാം. ട്രംപും നരേന്ദ്രമോദിയും ഒരുപോലെയാണ് കൈകാര്യം ചെയ്തത്. മഹാമാരികൾ വന്നാലോ ആ മഹാമാരികളിൽ, പ്രളയങ്ങളിൽ, മറ്റു ദുരന്തങ്ങളിൽ, സുനാമികളിൽ മരിക്കുന്നവൻ മരിക്കട്ടെ. കുറെ പേർ മരിക്കും, അത് സ്വാഭാവികമാണ്. മരിക്കുന്നവൻ മരിക്കട്ടെ, ജീവിക്കുന്നവൻ ജീവിക്കട്ടെ, സർക്കാരിന് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്ന പ്രധാനമന്ത്രിയാണ് നമ്മൾ കണ്ടത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു രാത്രിയിൽ പാത്രം കൊട്ടാൻ പോകുന്നത്. പാത്രം കൊട്ടിയാൽ കൊറോണ പോകില്ല. കൊറോണ എന്ന് വിളിച്ചാൽ കൊറോണ പോവുകയില്ല. പക്ഷേ നരേന്ദ്രമോദി ചെയ്തതാണ്. ഇവിടെ മൻ കി ബാത്തിൽ പാത്രം കൊട്ടുന്ന ആ പരിപാടി തിരിച്ച് അങ്ങോട്ട് ചെയ്തു. കാരണം നരേന്ദ്രമോദി എന്ന് പറയുന്ന കൊറോണയെ ഓടിക്കാൻ കൃഷിക്കാർ പാത്രം കൊട്ടി. നരേന്ദ്രമോദി പോകണം ഈ രാജ്യത്ത് നിന്ന്, അല്ലാതെ ഈ രാജ്യത്ത് കൃഷിക്കാർക്ക് രക്ഷയില്ല. ഏതെല്ലാമാണ് ഈ പ്രാകൃതമായ രാജ്യത്ത് പറയുന്നത്? ഇവിടെ 1-ാം തരം മരുന്നുണ്ട് കൊറോണയ്ക്ക്. എന്താണ് മരുന്ന്? നിങ്ങൾ ഗോമൂത്രം കുടിക്കുക. 1-ാം തരം മരുന്നാണ്. കുറച്ച് ചാണകം കൂടെ കഴിച്ചാൽ കൊറോണ പെട്ടെന്ന് പോകും. അതുകൊണ്ടൊരു സ്വാമി, നിങ്ങളെല്ലാം മീഡിയയിൽ കണ്ടതാണ്, ഒരു സ്വാമി ചൂടോടുകൂടി ആ പശുവിന്റെ മൂത്രം കുടിക്കാൻ വേണ്ടി പശുവിന്റെ പൂട്ടിപ്പോയത് അത് നിലത്ത് വീഴാതെ മുത്തി കുടിക്കുകയാണ്. ഇത്രയും പ്രാകൃതമായ ഒരു സംസ്കാരത്തിൽ നടത്തുന്ന പ്രാകൃതമായ ഒരു രാജ്യം വേറെ ഉണ്ടോ? ഈ രാജ്യം പ്രാകൃതമല്ല. മനസ്സ് മരവിച്ച, മനസ്വികൃതമായ ചില ആളുകൾ ഈ രാജ്യത്ത് ഭരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വമ്പിച്ച മികവ് നേടുന്ന, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഈ പറയുന്ന പോലെ ഒരൊറ്റ ദിവസം കൊണ്ട് ബ്ലാക്ക് ഹോൾസ് വളരുകയാണ്. ഒരു സൂര്യന്റെ ഇരട്ടിയായി വളരുകയാണ്. ഈ പ്രപഞ്ച സത്യങ്ങളെ പറ്റി ജനങ്ങൾ അന്വേഷിക്കുകയാണ്, ശാസ്ത്രക്കാർ അന്വേഷിക്കുകയാണ്. ആ ശാസ്ത്രലോകത്ത് നിന്നുകൊണ്ടാണ് പറയുന്നത് കൊറോണയെ ഓടിക്കാൻ 1-ാം തരം മരുന്നുണ്ട്, ഈ പശുവിന്റെ മൂത്രം കുടിച്ചാൽ മതി എന്ന് പറയുന്നത്. ഇങ്ങനെ പാകൃത വളർത്തുന്ന ഒരു രാജ്യം, ഒരു മതത്തെ തന്നെ പ്രാകൃത മതമായി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകളാണ് ഈ രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിൽ ആ സമയത്ത് പാത്രം കൊട്ടാൻ ഇന്ത്യയിലെ കൃഷിക്കാർ തീരുമാനിച്ചു. ഈ 3-4 ലക്ഷം കൃഷിക്കാര് അവരുടെ എല്ലാം ഉപേക്ഷിച്ചു അവിടെ വന്ന് കിടക്കുമ്പോൾ പറയുകയാണ്, ഇവർ അർബൻ നക്സലൈറ്റുകളാണ്, ഇവർ വിധ്വംസകരാണ്, ഇവർ തീവ്രവാദ പ്രവർത്തകരാണ്. ഈ രാജ്യത്ത് ചിന്തിക്കുന്നവരെല്ലാം നിങ്ങൾക്ക് തീവ്രവാദ പ്രവർത്തകരായി ബുദ്ധിമുട്ടേണ്ടി വരും. നരേന്ദ്രമോദി ഒരു കാലം കാത്തിരിക്കേണ്ടതില്ല. ഈ രാജ്യത്ത് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം ജനവിരുദ്ധമായ ഭരണമാണ്. നരേന്ദ്രമോദി മനസ്സിലാക്കി ചോദിക്കുന്നു, കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ലല്ലോ ഈ പറയുന്ന കാര്യങ്ങൾ. എന്താ മണ്ടി? ആ ചന്ദ്രനില്ലല്ലോ. നിങ്ങൾ ഈ തോമറെ, നരേന്ദ്രസിംഗ് തോമർ, നരേന്ദ്രമോദി, നിങ്ങൾക്ക് ഭരിക്കാനറിയാവുന്ന 1-ാം തരം ഒരു മന്ത്രിയെ, കേരളത്തിലെ കൃഷി മന്ത്രി അങ്ങോട്ട് വിടാൻ നിങ്ങൾ കണ്ടു പഠിക്കണം. തോമറും നരേന്ദ്രമോദിയും എല്ലാം ഇവിടെ താങ്ങൂല പ്രഖ്യാപിച്ചു. എത്രയാണ് താങ്ങൂല? കേന്ദ്രം പ്രഖ്യാപിച്ചതിനേക്കാൾ 1 കിലോയ്ക്ക് 9 രൂപ അധികമാണ്. 9 രൂപ കൂടുതൽ കൊടുത്തു വാങ്ങുകയാണ്. നമ്മുടെ ഫുഡ് കോർപ്പറേഷൻ സ്ഥാപനങ്ങളിൽ അതുകൊണ്ട് നിറയ്ക്കുകയാണ്. സിവിൽ സപ്ലൈസ് സംഭരിക്കുകയാണ്. ഈ കേരളത്തിലെ പോലെ 17 പച്ചക്കറികൾക്ക് താങ്ങൂല പ്രഖ്യാപിക്കുകയും സംഭരിക്കുകയും ചെയ്ത സംസ്ഥാനം വരെ ഉണ്ടോ? നരേന്ദ്രമോദി, നിങ്ങൾ പറയൂ, ഈ രാജ്യത്ത് എവിടെയെങ്കിലും, ഈ BJP ഭരിക്കുന്ന ഏതെങ്കിലും സംസ്ഥാനത്ത് കൃഷിക്കാർക്ക് വേണ്ടി ഒരു നിയമം പാസാക്കിയോ? കൃഷിക്കാർക്ക് വേണ്ടി പെൻഷൻ കൊടുക്കുന്ന ഒരു നിയമം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? അത് നടപ്പിലാക്കിയ സംസ്ഥാനത്തെ ചൂണ്ടി ചോദിക്കുകയാണ്, നിങ്ങൾ നടപ്പിലാക്കിയോ എന്ന്.
ഇവിടെ ആ പ്രശ്നമില്ല. നിങ്ങൾ സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കൈയാറാൻ നോക്കരുത്. ഇന്ത്യയിൽ വളർന്നു വരുന്ന പ്രക്ഷോഭത്തെ അടിച്ചമർത്താനും പരിഹസിക്കാനും നോക്കരുത്. അത് വളരെ വഷളായി മാറിപ്പോകും. ഒരു കാര്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഇന്ത്യയിലെ വിദ്യാർത്ഥികളും ഇന്ത്യയിലെ ചെറുപ്പക്കാരും ഇന്ത്യയിലെ ജനങ്ങളാകെ ഈ കൃഷിക്കാർക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒന്നിച്ച് അണിനിരക്കേണ്ടതിന് അനിവാര്യതയാണ്. നാളെ ഒരുപക്ഷെ തീരുമെന്നെനിക്ക് വിശ്വാസമില്ല. കാരണം നരേന്ദ്രമോദി അത്ര പെട്ടെന്നൊന്നും കാര്യങ്ങൾ അവസാനിപ്പിക്കുന്ന ആളല്ല. പൗരത്വ ഭേദഗതി നിയമം പോലെ ഒരു മഹാമാരി വീണ്ടും വന്നാൽ ഈ സമരമെല്ലാം ഒലിച്ചു പോകുമെന്ന് ധരിക്കുന്ന മിഥ്യാബോധത്തിലാണ് നരേന്ദ്രമോദിയും കൂട്ടരും എന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ ഭരണം കൊണ്ട് നിങ്ങളിത് മര്യാദയ്ക്ക് തീർക്കുന്നില്ലെങ്കിൽ ഈ കൃഷിക്കാരുടെ ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ പറയുന്നത് നിസ്സാരമായ കാര്യമല്ല. അവരുടെ ജീവിതമാണ് കൃഷി എന്ന് പറയുന്നത്. ഉൽപാദനത്തിലും സംഭരണത്തിലും വിതരണത്തിലും ഒരുപോലെ മുതലാളിക്ക് കൈവയ്ക്കാൻ, കോർപ്പറേറ്റിന് കൈവയ്ക്കാനുള്ള സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലെ കൃഷിക്കാരിൽ മഹാഭൂരിപക്ഷവും 2 ഹെക്ടറിൽ താഴെയുള്ള കൃഷിക്കാരാണ്. ആ കൃഷിക്കാരന് പറയുകയാണ്, നിങ്ങൾ മത്സരിക്കൂ, എവിടെ പോയി മത്സരിക്കൂ. ആരോടാണ് മത്സരിക്കുന്നത്? ആരോട് മത്സരിക്കണം? കോർപ്പറേറ്റുകൾ ഈ വിളഞ്ഞു നിൽക്കുന്ന നെൽപ്പാടങ്ങളിലേക്ക് വാർത്ത വരുന്നത് പോലെയാണ്. ആയിരക്കണക്കിന് വാർത്തകൾ ഒരുമിച്ച് വന്നിറങ്ങുമല്ലോ നെൽപ്പാടങ്ങളിൽ. അതുപോലെ കോർപ്പറേറ്റുകൾ പറന്നിറങ്ങുകയാണ്. അവർക്ക് ഒരിക്കലും കിട്ടാത്ത ഒരു സൗകര്യം കിട്ടിയിരിക്കുന്നു ഇന്ത്യൻ കാർഷിക മേഖലയിൽ. ഇന്ത്യൻ കാർഷിക മേഖലയിലേക്ക് കാർഷിക ഉൽപ്പന്നങ്ങൾ കൊണ്ടുള്ള മറ്റുൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതായിരുന്നു ശ്രദ്ധയെങ്കിൽ ഇപ്പോൾ കൃഷിക്കാരുടെ മേൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള എല്ലാ അവസരങ്ങളോടും കൂടി കോർപ്പറേറ്റുകൾക്ക് ആധിപത്യം കിട്ടുകയാണ്. 100 കണക്കിന് ഏക്കർ സൗകര്യമുള്ള വലിയ ഗോഡൌണുകൾ ഉണ്ടാക്കുകയാണ്. FCI എന്ന് പറയുന്ന പ്രസ്ഥാനം പൂട്ടും. ഈ കൃഷിക്കാരെല്ലാം പാട്ടത്തിന് ഈ അവരുടെ വസ്തുവകൾ, അവരുടെ പാടങ്ങൾ ഈ മുതലാളിമാർക്ക്, ഈ കോർപ്പറേറ്റുകൾക്ക് നൽകേണ്ടി വരും. അവർ സംഭരിച്ചു വയ്ക്കും. വില അവർ തീരുമാനിക്കും. അവർ മാത്രമാണ് തീരുമാനിക്കുന്നത്. ഇന്ത്യയിലെ ഭക്ഷ്യസുരക്ഷയെ അപകടത്തിൽപ്പെടുത്തുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അതുകൊണ്ടാണ് കൃഷിക്കാർ ഈ സമരത്തിൽ എന്തും കൽപ്പിച്ചുകൊണ്ട്, 2 കൽപ്പിച്ചുകൊണ്ട് അവസാന തീരുമാനമുണ്ടാകുന്നവരെ പോരാടുമെന്നുള്ള ഇന്ത്യയിലെ കൃഷിക്കാരുടെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ സമരരംഗത്ത് അവർ ഇറങ്ങിപ്പുറപ്പെട്ടുള്ളത്. അതവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. ഇന്ത്യ രാജ്യത്ത് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ ജീവിതത്തിന്റെ വിഷയമാണത് എന്നുള്ളത് നരേന്ദ്രമോദി മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അവർക്ക് പിന്മാറാൻ സാധ്യമല്ല. ഒരു രാജ്യത്തിന്റെ തലസ്ഥാനത്ത് എത്രയോ ദിവസങ്ങളായി, 1 മാസങ്ങൾക്കപ്പുറമായി നമ്മുടെ തെരുവുകൾ സ്തംഭിച്ചു നിൽക്കുന്ന, ഗതാഗതം സ്തംഭിച്ചു നിൽക്കുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടാൽ വെറുതെ കണ്ണോടെ ചെന്നാൽ മതിയോ? നിങ്ങളാണോ ഭരണാധികാരികൾ? ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകൾ ജീവിക്കുന്നത് കാർഷിക വൃത്തിയോടാണ്. ആ കൃഷി മേഖലയെ സൗകര്യം പോലെ കൈകാര്യം ചെയ്യാമെന്നാണോ നരേന്ദ്രമോദിയും തോമറും വിചാരിക്കുന്നത്, രാജ്നാഥ് സിംഗ് വിചാരിക്കുന്നത്? നിങ്ങളുടെ എത്ര പട്ടാളത്തിന് ഉപയോഗിച്ചാലും, എത്ര പോലീസുകാരനെ ഉപയോഗിച്ചാലും ഒന്നും സംഭവിക്കുന്നില്ലല്ലോ. അവിടെ കൃഷിക്കാരത്ര സമാധാനപരമായി സമരം ചെയ്യുന്നു. ഇത് ഗാന്ധിയുടെ രാജ്യമാണെന്ന്, ഇത് നെഹ്റുവിന്റെ രാജ്യമാണെന്ന് ബോധ്യപ്പെടുത്തത്തക്കതിലുള്ള സഹന സമരമാണ്. അതെങ്ങനെങ്കിലും ഒരു തീപ്പൊരി വീണ് നാളിക്കത്തട്ടെ, അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകട്ടെ എന്ന് കരുതിയിരിക്കുന്ന, അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമെന്ന് കരുതിയിരിക്കുന്ന, അങ്ങനെ സംഭവിച്ചാൽ ഇത് അർബൻ മാവോയിസ്റ്റുകളാണെന്നും തീവ്രവാദികളാണെന്നും വരുത്തി തീർത്ത് ഈ സമരത്തെ കൈകാര്യം ചെയ്യാതിരിക്കുകയാണ്. എളുപ്പമല്ല. എത്ര ആളുകൾ അവർ മരിച്ചു വീഴും. ഈ മരിച്ചു വീഴുന്ന മനുഷ്യർക്ക് ഒരു വിലയുമില്ലാത്തവരാണോ? ആണോ? പറയും നിങ്ങൾ. അതുകൊണ്ട് നരേന്ദ്രമോദിയും തോമറും ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ആളുകളും അവരെ ഒരു അഗ്നിപർവ്വതത്തിന് മുകളിലാണ്ടിരിക്കുന്നത് നല്ല ഓർമ്മ വേണം. ഇത്തരം പ്രക്ഷോഭങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് മുട്ടുമടക്കുക അല്ലാതെ മാർഗമില്ല. ഇന്ത്യ രാജ്യം ആളിക്കത്തുകയാണ് കൃഷിക്കാരുടെ പ്രക്ഷോഭം കൊണ്ട്. ഈ പ്രക്ഷോഭത്തിന് മുന്നിൽ മര്യാദയ്ക്ക് തീർക്കാനുള്ള മേധാശക്തി, അതിനുള്ള ഇച്ഛാശക്തി, അതിനുള്ള ഔദാര്യം ഞാൻ പറയുന്നില്ല, അതിനുള്ള തീരുമാനം കേന്ദ്ര ഗവൺമെന്റ് എടുക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നാളെ ഇത് അവസാനിക്കുന്നുവെങ്കിൽ തുറന്നുള്ള പ്രക്ഷോഭം ഇന്ത്യയിലെ ഏറ്റവും വലിയ, ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രക്ഷോഭമായി, ഒരു സ്വാതന്ത്ര്യ സമരം പോലെയുള്ള ഒരു പ്രക്ഷോഭമായി മാറാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇവർക്ക് ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരും വിദ്യാർത്ഥികളും ഈ രാജ്യത്തെ ചിന്തിക്കുന്ന മുഴുവനാണ് പൗരത്വ ഭേദഗതി നിയമനത്തിൽ നാം എടുത്തതുപോലെ ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക്, അതിനെ എല്ലാ വിധത്തിലും സഹായിക്കുന്നതിലേക്ക് വരണമെന്നാണ് ഈ രാജ്യം ആഗ്രഹിക്കുന്നത്. അതിനായി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ യുവജന പ്രവർത്തകർക്ക് വിപ്ലവപരമായ അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം. അടുത്തായി സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് AIYFന്റെ ജില്ലാ കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് നിതീഷ് സംസാരിക്കും.
രാത്രി സമരത്തിൻ്റെ അധ്യക്ഷൻ AIVF-ന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് S. വിനോദ് കുമാർ, സ്വാഗതം ആശംസിച്ച AIVF-ന്റെ ജില്ലാ സെക്രട്ടറി സഖാവ് ജഗജ്ജീവൻ ലാലി, ഈ യോഗം ഉദ്ഘാടനം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബഹുമാന്യനായ ജില്ലാ സെക്രട്ടറി സഖാവ് മുല്ലക്കര രത്നാകരൻ MLA, യോഗത്തെ അഭിവാദ്യം ചെയ്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരെ, സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന AIVF-ന്റെ പ്രിയങ്കരായ സഖാക്കളെ, പ്രിയപ്പെട്ട കർഷകരെ, സുഹൃത്തുക്കളെ, ഇപ്പം തന്നെ ഒരു 3-4 പ്രസംഗം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാത്രി സമരം ആയതുകൊണ്ട് നമ്മൾ നിശ്ചയിച്ച രീതിയിൽ ഈ സമരം മുന്നോട്ട് പോകണം എന്നുള്ളത് കൊണ്ടാണ് അല്പം ചില കാര്യങ്ങൾ സംസാരിക്കുന്നത്. നമ്മുടെ രാജ്യം ഒരു ഐതിഹാസികമായ പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കരാളഹസ്തങ്ങളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ പരമമായ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഈ നാടൊന്നാകെ നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന് നാട് സാക്ഷ്യം വഹിക്കുകയാണ്. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്നും നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിയെടുക്കാനാണെങ്കിൽ, രണ്ടാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നത് അതേ ബ്രിട്ടീഷുകാരുടെ ചെരുപ്പ് നൽകിയ RSSകാരുടെ പിൻബലത്തിൽ ഭരണം നടത്തുന്ന BJP ഗവൺമെന്റിന്റെ ജനദ്രോഹ നയങ്ങളിൽ നിന്നും ഈ നാടിനെ മോചിപ്പിക്കാനാണ്. നമ്മുടെ നാട് ഇന്നുവരെ ദർശിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള സമരമാണ് നടക്കുന്നത്. 10,000-കണക്കിനായ കർഷകർ രാജ്യത്തിന്റെ തലസ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അണമുറിയാത്ത പ്രവാഹം പോലെ. ആ പ്രവാഹത്തിന് അറുതി വരുത്തുവാൻ, ആ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുവാൻ രാജ്യം ഭരിക്കുന്ന BJPയും അതിന് ചുക്കാൻ പിടിക്കുന്ന RSSും അടങ്ങുന്ന ഭരണ സംവിധാനം തങ്ങളുടെ ആവനാഴിയിലെ അവസാന അസ്ത്രങ്ങളും എടുത്ത് പ്രയോഗിക്കുകയാണ്. പക്ഷേ കർഷകർ പറയുന്നു, ഈ കൊടും ശൈത്യത്തെ അതിജീവിച്ചുകൊണ്ട്, നിങ്ങൾ ഉയർത്തുന്ന എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ചുകൊണ്ട്, നിങ്ങളുടെ ഭരണ സംവിധാനം ഉപയോഗിച്ച് നിങ്ങൾ നടത്തുന്ന എല്ലാ പീഡനങ്ങളെയും സഹിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം മുന്നോട്ട് കൊണ്ടുപോകും. കാരണം ഈ സമരം നടത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല എന്നാണ് രാജ്യത്തെ കർഷകർ രാജ്യത്തെ ഭരണാധികാരികളോട് വിളിച്ചു പറയുന്നത്. ഞങ്ങൾ ഈ സമരം നടത്തുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, നാളെ വരാൻ പോകുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. ഈ നാട്ടിൽ വിദ്യാഭ്യാസം നടത്തുന്ന പിഞ്ചോമനകൾക്ക് വേണ്ടിയാണ്. ഈ നാട്ടിൽ ജീവിക്കുന്ന മുഴുവൻ ബഹുജനങ്ങൾക്കും വേണ്ടിയാണ് ഈ സമരം നടത്തുന്നത് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ മർദ്ദന മുറകളെയും അതിജീവിച്ചുകൊണ്ട്, നിങ്ങൾ എറിയുന്ന ഗ്രനേഡുകളെ പൂച്ചെണ്ടുകളായി സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ഈ സമരം വിജയം വരെയും കൊണ്ടുപോകുമെന്നാണ്. കൊടും ശൈത്യത്തെയും അതിജീവിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ എത്രയോ കർഷകർ ഇതിനോടകം പിടഞ്ഞു വീണു മരിച്ചു. ഓരോ കർഷകൻ രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ മരിച്ചു വീഴുമ്പോഴും ഈ കർഷക നേതാക്കൾ ഭരണവർഗത്തോട് വിരൽ ചൂണ്ടി പറഞ്ഞു, നിങ്ങൾക്ക് ഞങ്ങളുടെ ജീവനെടുക്കാൻ കഴിഞ്ഞേക്കും, പക്ഷേ ഞങ്ങളെ വിലക്കെടുക്കാൻ കഴിയുകയില്ല. അത് ഈ രാജ്യത്തിന്റെ ശബ്ദമാണ്. രാജ്യത്ത് പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടക്കുന്ന അവസരത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണികൾ, ശക്തികൾ ആര് ഈ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരരുത് എന്നാഗ്രഹിച്ചുവോ, ദൗർഭാഗ്യവശാൽ അവരാണ് 6.5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. അവർ നമ്മുടെ രാജ്യം ഭരിക്കുമ്പോ മിനിമം അവർ അറിഞ്ഞിരിക്കേണ്ടത് ഈ രാജ്യത്തെ കുറിച്ചെങ്കിലുമാണ്. ഏത് രാജ്യമാണ് അവർ ഭരിക്കുന്നത് എന്നതിനെ കുറിച്ചാണ്. അവർ ഭരിക്കുന്നത് ഭാരതം എന്ന മഹത്തായ രാജ്യത്തെയാണ്. നമ്മുടെ രാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ലോകരാജ്യങ്ങൾ അത്ഭുതത്തിന്റെ കണ്ണോടെ നോക്കിക്കാണുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. എന്തുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഭാരതം എന്ന നമ്മുടെ രാജ്യത്തെ, നമ്മുടെ നാടിനെ അത്ഭുതത്തിന്റെ കണ്ണോടെ നോക്കിക്കാണുന്നത്? വിവിധ ജാതികൾ, വിവിധ മതങ്ങൾ, വിവിധ വർഗങ്ങൾ, വിവിധ വർണ്ണങ്ങൾ, വിവിധ വേഷങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ ആചാരങ്ങൾ, വിവിധ അനുഷ്ഠാനങ്ങൾ, ഈ നാനാത്വത്തിലെല്ലാം ഏകത്വം കണ്ടെത്തുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മതേതര ജനാധിപത്യ രാജ്യമാണ് നമ്മുടെ രാജ്യം ഭാരതം. ആ ഭാരതത്തിന്റെ മഹത്തായ പാരമ്പര്യത്തിന്റെ നെറുകയിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് RSSും BJPയും പറയുന്നത്,
ഇതൊരു ഹിന്ദു രാജ്യമാണ്. നമ്മുടെ രാജ്യം ഒരു ഹിന്ദു രാജ്യമല്ല. ഇത് മുസൽമാന്റെയോ ക്രിസ്ത്യാനിയുടെയോ പാഴ്സിയുടെയോ ജൈനന്റെയോ രാജ്യമല്ല. ജാതിയുടെയും മതത്തിന്റെയും ശ്രീനാരായണ ഗുരുവിന്റെ നാടാണിത്. അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമിയും ഉഴുതുമറിച്ച നവോത്ഥാനത്തിന്റെ മണ്ണാണിത്. ഈ പരിശുദ്ധമായ, ഈ പവിത്രമായ, ഈ സാംസ്കാരിക ചൈതന്യം തുളുമ്പുന്ന നാട്ടിന്റെ നെറുകയിൽ ഭരണസാരഥ്യത്തിൽ ഇരുന്നു കൊണ്ടാണ് ഇതൊരു ഏകമത രാജ്യമായി മാറ്റുവാനുള്ള ശ്രമങ്ങൾ RSSും BJPയും നരേന്ദ്രമോദിയും നടത്തുന്നത്. അവർ വെറുതെ പറയുക മാത്രമല്ല, കഴിഞ്ഞ 6 വർഷക്കാലമായി നമ്മൾ നേരനുഭവത്തിലൂടെ തൊട്ടറിഞ്ഞതാണ്. അവർ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. അവർ എന്തുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാത്തത് എന്ന് ഒരു RSSകാരനോട് ചോദിച്ചാൽ ഒന്നാമതായി അവൻ പറയും, ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഒരു ദളിതനാണ്. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസുകളിൽ. ഇന്ത്യയുടെ മഹത്തായ ഭരണഘടന എഴുതി തയ്യാറാക്കിയ മനുഷ്യന്റെ പേര് ഡോക്ടർ BR അംബേദ്കർ എന്നാണ്. പക്ഷെ നമ്മളാരും അന്വേഷിച്ച് പോയിട്ടില്ല. ഡോക്ടർ BR അംബേദ്കർ എന്ന മഹത്തായ മനുഷ്യന്റെ ജാതി ഏതാണ്, അയാളുടെ മതമേതാണ്, അയാൾ പിറന്ന കുലമേതാണ്? പക്ഷേ അന്വേഷിക്കുകയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി, അതിന് നേതൃത്വം കൊടുക്കുന്ന RSS. അതുകൊണ്ട് അവർ പറയും, ഈ നാടിന്റെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ഒരു ദളിതനാണ്, അതുകൊണ്ട് ഞങ്ങൾ ഈ ഭരണഘടനയെ അംഗീകരിക്കുന്നില്ല. ഒന്നാമതായി. രണ്ടാമതായി അവർ പറയും, ഈ നാടിന്റെ ഭരണഘടനയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, കാരണം അതിൽ മതനിരപേക്ഷത എന്ന വാക്കുണ്ട്. ആ വാക്കിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. മതനിരപേക്ഷതയെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നത് ഏകമതവാദത്തെയാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ നാനാത്വത്തിൽ ഏകത്വം എന്ന വാക്കുണ്ട്, ഞങ്ങൾ അതിനെ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ ഭരണഘടനയിൽ ബഹുസ്വരത എന്ന വാക്കുണ്ട്, ഞങ്ങൾ അതിനെയും അംഗീകരിക്കുന്നില്ല. ഞങ്ങൾ അംഗീകരിക്കുന്നത് ഏകാധിപത്യത്തെയാണ്, ഞങ്ങൾ അംഗീകരിക്കുന്നത് മതവാദത്തെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, RSS പറയുന്നു, BJP പറയുന്നു, ഇന്ത്യൻ ഭരണഘടനയ്ക്കനുസൃതമായല്ല ഈ രാജ്യം പ്രവർത്തിക്കേണ്ടത്. പിന്നെയോ അത് മനുസ്മൃതിക്കനുസരിച്ചാണ്. എന്താണ് മനുസ്മൃതി? ചാതുർവർണ്ണ്യമാണ് മനുസ്മൃതി പറയുന്നത്. ക്ഷത്രിയൻ, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ മനുഷ്യനെ ജാതിയുടെ പേരിൽ തരംതിരിക്കുന്ന മനുസ്മൃതി എന്ന തത്വശാസ്ത്രത്തിന് അനുസൃതമായി നമ്മുടെ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തെ മാറ്റി എഴുതണം എന്നാവശ്യപ്പെടുന്ന പാർട്ടിയും മുന്നണിയുമാണ് രാജ്യം ഭരിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യമർഹതി എന്ന് പറയുന്ന തത്വശാസ്ത്രമാണ് മനുസ്മൃതി. ദളിതന് രാജ്യത്ത് പുഴുക്കളെ പോലെ മാത്രം മരിച്ചു ജീവിക്കാൻ അർഹതയുള്ളവരാണ് എന്ന് പറയുന്ന തത്വശാസ്ത്രമാണ് മനുസ്മൃതി. സവർണരാർ ഭരിക്കുന്ന അവർണരുള്ള രാജ്യമാണ് ഈ രാജ്യമെന്ന് പറയുന്ന മനുസ്മൃതിക്കനുസൃതമായി നമ്മുടെ രാജ്യത്തെ പൊളിച്ചെഴുതണം എന്നാണ് RSSും BJPയും പറയുന്നത്. വെറുതെ പറയുക മാത്രമല്ല, അതുകൊണ്ടാണ് കഴിഞ്ഞ 6 വർഷക്കാലം നമ്മുടെ രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ തെരുവോരങ്ങളിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട, ദളിത് വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനെ പച്ചയ്ക്ക് തൊലിയിലിക്കപ്പെട്ടത്. ഭരണവർഗത്തിരിക്കുന്ന മന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ നേതൃത്വത്തിൽ അവരെ ആക്രമിച്ചത്. അവരാണ് രാജ്യം ഭരിക്കുന്നത്. അതുകൊണ്ട് വലിയ സമരങ്ങൾ അനിവാര്യമാണ്. രാജ്യത്ത് സമരം ചെയ്യുന്ന കർഷകർ ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കൊടി, അവർ ഉയർത്തിപ്പിടിക്കുന്ന ചെങ്കൊടിക്കൊരു സത്യമുണ്ട്. അത് ഈ നാട്ടിൽ അധ്വാനിക്കുന്ന, മണ്ണിൽ പണിയെടുക്കുന്ന, ചേറിയിൽ വിയർപ്പൊഴുക്കുന്നവന്റെ വിയർപ്പിന്റെ ശബ്ദമാണ്, അതിന്റെ സത്യമാണ്. എത്ര തന്നെ മൂടിവെക്കപ്പെട്ടാലും സത്യം ഒടുവിൽ വിജയിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ കർഷകരുടെ സമരം വിജയിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കർഷകരുടെ സമരത്തിനാണ്, ഐതിഹാസികമായ സമരത്തിനാണ് രാജ്യത്തെ പിന്തുണ പ്രഖ്യാപിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് രാത്രി സമരം നടത്തുന്നത് കേരളത്തിലെ, സംസ്ഥാനത്തെ മുഴുവൻ ജില്ലാ കേന്ദ്രങ്ങളിലും. വെറുതെ മൈക്ക് കെട്ടിവെച്ച് പ്രസംഗിച്ച് ആളുകളെ കൂട്ടി കസേരയിട്ടിരുത്തി കണ്ടക്ഷോഭം നടത്തുക മാത്രമല്ല AIYF ചെയ്യുന്നത്. AIYFന്റെ ആയിരക്കണക്കിനുള്ള സഖാക്കൾ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഡൽഹിയുടെ തെരുവോരങ്ങളിലുണ്ട്. നിങ്ങൾ പത്രമാധ്യമങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കണം.
AIYF-ന്റെ പ്രിയങ്കരനായ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് തിരുമലൈ രാമൻ എത്രയോ ദിവസമായി അന്തിയുറങ്ങുന്നത്, സമരം നയിക്കുന്നത്, ഉണർന്നെഴുന്നേൽക്കുന്നത് കർഷകരോടൊപ്പമാണ്. AIYF-ന്റെ ദേശീയ പ്രസിഡന്റ് സഖാവ് അഫ്താബ് ആലം ഖാൻ ഈ സമരത്തിന്റെ 1-ാം ദിവസം മുതൽ കർഷകരോടൊപ്പം സമരത്തിലാണ്. AISF-ന്റെ നേതാവ് സഖാവ് വിക്കി മഹേശ്വരി എത്രയോ ദിവസമായി പഞ്ചാബിലെ കർഷകർക്കൊപ്പം സമരവേദിയിലാണ്. നൂറുകണക്കിന് AIYF-ന്റെ പ്രവർത്തകർ കേരളത്തിൽ നിന്നടക്കം പോയിരിക്കുകയാണ് ഡൽഹിയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരുപക്ഷെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം, മരിച്ചു വീണേക്കാം, രക്തസാക്ഷികളായേക്കാം. പക്ഷേ അവസാനത്തെ വിജയം ഇന്ത്യൻ കർഷകനോടൊപ്പമാണ്. അതാണ് ഇന്ത്യയുടെ ചരിത്രം. ചരിത്രത്തെ കുറിച്ച് പറഞ്ഞാൽ BJP-ക്ക് ഭയമാണ്, RSS-ന് ഭയമാണ്. കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം തിരുത്തിയെഴുതാൻ താൻ ശ്രമിക്കുന്നവരാണിവർ. എന്തിനാണ് അവർ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ തിരുത്താൻ ശ്രമിക്കുന്നത്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിന്റെ ഏതെങ്കിലും ഒരു പേജിൽ, ഏതെങ്കിലും ഒരു താളിൽ, ഏതെങ്കിലും ഒരു വരിയിൽ എവിടെയെങ്കിലും ഒരു RSS-കാരൻ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് അവകാശപ്പെടാനില്ലാത്തവരാണവർ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, രാജ്യത്തിന്റെ തെരുവോരങ്ങളിൽ 10,000-കണക്കിന് മനുഷ്യൻ ബ്രിട്ടീഷുകാരന്റെ തീതുപ്പുന്ന തോക്കിൽ നിന്നുമുള്ള വെടിയുണ്ടേറ്റ് പിടഞ്ഞു വീണു മരിക്കുമ്പോ അതേ ബ്രിട്ടീഷുകാരനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ നോക്കി കൊഞ്ഞണം കുത്തിയവരാണ് RSS-കാർ. അവരാണ് രാജ്യം ഭരിക്കുന്നത്. അവരാണ് പറയുന്നത് ഞങ്ങളാണ് ഏറ്റവും വലിയ രാജ്യസ്നേഹികൾ. RSS-ന്റെ നേതാവുണ്ടല്ലോ സവർക്കർ. നിങ്ങൾ പറയുന്ന വീര സവർക്കർ, ഞങ്ങൾ പറയുന്ന സവർക്കർ. RSS-ന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ. സവർക്കറുടെ ചരിത്രം എടുത്ത് പരിശോധിക്കണം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കും എന്ന് തെറ്റിദ്ധരിച്ച് ബ്രിട്ടീഷുകാർ ആൻഡമാൻ ജയിലിലടച്ച ആളാണ് സവർക്കർ. സവർക്കറോടൊപ്പം ഇന്ത്യയിലെ കഷ്ടപ്പെടുന്ന, അധ്വാനിക്കുന്ന നൂറുകണക്കിന് കർഷകരായിട്ടുള്ള സ്വാതന്ത്ര്യ സമര സേനാനികളെയും ആൻഡമാൻ ജയിലിലടച്ചു. കൊടിയ മർദ്ദനങ്ങൾക്ക് കുപ്രസിദ്ധിയാർജിച്ച ജയിലാണ് ആൻഡമാൻ ജയിൽ. ഒരു ദിവസം ആൻഡമാൻ ജയിലിന്റെ വിശാലമായ മൈതാനത്ത് ജയിൽ പുള്ളികളെയും സവർക്കറെയും ഉൾപ്പെടുന്ന ജയിൽ പുള്ളികളെ ഇറക്കി നിർത്തി ആ ജയിലിലെ അധികാരി ഒരു പ്രസംഗം നടത്തി. അദ്ദേഹം പറഞ്ഞു, പ്രിയപ്പെട്ട തടവ് പുള്ളികളെ, നിങ്ങളെ ഞങ്ങൾ മോചിപ്പിക്കാം, പക്ഷെ ഞങ്ങൾ പറയുന്ന ഒരു കടലാസിൽ നിങ്ങൾ ഒപ്പിട്ട് വരണം. അപ്പോൾ ഈ നൂറുകണക്കിന് വരുന്ന പാവങ്ങളായ കർഷക തൊഴിലാളികളായ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചോദിച്ചു, എന്താണ് ആ കടലാസിലുള്ളത്? അപ്പോൾ ജയിലധികാരി പറഞ്ഞു, ആ കടലാസിലുള്ളത് നിങ്ങളെ ഞങ്ങൾ ജയിലിന് പുറത്താക്കിയാൽ നിങ്ങൾ മേലാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയോ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്നെഴുതി ഒപ്പിട്ട് തന്നാൽ നിങ്ങളെ നിരുപാധികം വിട്ടയക്കാം. ആൻഡമാൻ ജയിലിലെ കൊടിയ പീഡനങ്ങളേറ്റ് കഴിഞ്ഞിരുന്ന പാവങ്ങളായ കർഷക തൊഴിലാളികളായ ദേശാഭിമാനികളായ മനുഷ്യർ ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, എത്ര വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും, ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നാലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ ഞങ്ങൾ പോരാടുക തന്നെ ചെയ്യും എന്ന് ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞ് തലയുയർത്തിപ്പിടിച്ച് നെഞ്ചു വിരിച്ച് ആൻഡമാൻ ജയിലിന്റെ ഇരുട്ടറകളിലേക്ക് കടന്നുപോയപ്പോ ഒരു ശബ്ദം ഇങ്ങനെ ഉയർന്നു കേട്ടു, ഞാനൊപ്പിടാം. അത് സവർക്കറുടെ ശബ്ദമായിരുന്നു. സവർക്കർ പറഞ്ഞു, ഞാൻ മാത്രമല്ല, നിങ്ങൾ എന്നെ ജയിലിൽ നിന്നും വിട്ടയച്ചാൽ ഞാനും ഞാൻ ബഹുമാനം ചെയ്യുന്ന RSS എന്ന സംഘടനയും മേലാൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുകയോ ബ്രിട്ടീഷുകാർക്കെതിരെയോ പ്രവർത്തിക്കുകയോ ചെയ്യില്ല എന്ന് ബ്രിട്ടീഷ് രാജ്ഞിക്ക് മാപ്പെഴുതി കൊടുത്ത് ആൻഡമാൻ ജയിലിന്റെ വെളിയിലിറങ്ങി ബ്രിട്ടീഷുകാരുടെ സുഖലോലുപതയിൽ ഇവിടെ സസുഖം കഴിച്ചുകൂട്ടിയ സവർക്കറുടെ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന BJP. നിങ്ങളിപ്പോ ശാസ്ത്ര സാങ്കേതിക ഗവേഷണ കേന്ദ്രത്തിന് പേരിടാൻ ഉദ്ദേശിക്കുന്നുണ്ടല്ലോ, ഗോൾവാക്കർ. ഗോൾവാക്കറുടെ പുസ്തകമെടുത്ത് RSS-കാരൻ BJP-കാരൻ എന്ന് വായിച്ചു നോക്കണം. അതിൽ ഗോൾവാക്കർ വളരെ വ്യക്തമായി സ്പഷ്ടമായി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ സമരം ചെയ്യേണ്ടത് ഈ രാജ്യത്തെ ഹിന്ദുക്കളോടാണ് പറഞ്ഞത്. നിങ്ങൾ സമരം ചെയ്യേണ്ടത് ബ്രിട്ടീഷുകാരോടല്ല,
നിങ്ങൾ സമരം ചെയ്യേണ്ടത് മുസൽമാന്മാരോടാണ്, ക്രിസ്ത്യാനികളോടാണ്. നിങ്ങൾ വെറുതെ ബ്രിട്ടീഷുകാരോട് സമരം ചെയ്ത് സമയം പാഴാക്കരുത് എന്ന് പറഞ്ഞ ഗോൾവാക്കറിന്റെ പാർട്ടിയാണ് രാജ്യം ഭരിക്കുന്ന പാർട്ടി. അതുകൊണ്ട് അവർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും. എന്തെല്ലാം നാണം കെട്ട മാർഗങ്ങൾ ഉപയോഗിക്കാമോ അതെല്ലാം ചെയ്യും. എത്ര ഹീനമായ കാര്യങ്ങൾ നിർവഹിക്കാമോ അതെല്ലാം ചെയ്യും. ഇന്ത്യൻ കർഷകന് നേരെ ലെവലേശം മടിയില്ലാതെ നിങ്ങൾ നിറയൊഴിക്കും, ഞങ്ങൾക്കറിയാം. കാരണം ഇന്ത്യയുടെ രാഷ്ട്രപിതാവ് ലോകമാദരിക്കുന്ന മഹാത്മാഗാന്ധിയുടെ മെല്ലിച്ച നെഞ്ചിലേക്ക് ലെവലേശം മടിയില്ലാതെ നിറയൊഴിച്ച നാഥുറാം വിനായക് ഗോഡ്സെയുടെ പാർട്ടിയാണ് നിങ്ങൾ. അതുകൊണ്ട് ഇന്ത്യൻ കർഷകന് നേരെ നിറയൊഴിക്കാൻ നിങ്ങളുടെ കൈകൾ വിറയ്ക്കുകയില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ നിറയൊഴിക്കുന്ന വെടിയുണ്ടകൾ നെഞ്ചിൽ പൂമാലകൾ പോലെ ഏറ്റുവാങ്ങി ആ ചോരത്തുള്ളികളിൽ ചെങ്കൊടികളിൽ ആവാഹിച്ച് ഞങ്ങൾ വരും. ഓരോ തുള്ളി ചോരയിൽ നിന്നും 1000 പേർ ഉയരുന്നു എന്ന സിനിമാ ഗാനത്തെ, എന്ന വിപ്ലവ ഗാനത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ രാജ്യത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നേതൃത്വത്തിൽ, ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ, AIYFന്റെ നേതൃത്വത്തിൽ, AISFന്റെ നേതൃത്വത്തിൽ വലിയ പിന്തുണയാണ് ഈ കർഷകർക്കായി ഉയർന്നു വരുന്നത്. ഈ മഹത്തായ ജനരോഷത്തിൽ നിങ്ങൾ മുങ്ങിപ്പോകേണ്ടി വരും. എല്ലാ ഫാസിസ്റ്റുകളുടെയും എല്ലാ ഏകാധിപതികളുടെയും അന്ത്യം ഇങ്ങനെ തന്നെയായിരുന്നു. BJPയും നരേന്ദ്രമോദിയും ഓർത്താൽ നല്ലതാണ്. അതുകൊണ്ട് രാജ്യത്ത് നടക്കുന്ന മഹത്തായ ഐതിഹാസികമായ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാൻ ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുള്ള AIYFന്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രിയങ്കരായ മുഴുവൻ സഖാക്കളെയും AIYFന്റെ കൊല്ലം ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു വിപ്ലവ അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സമരത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് AISFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറി സഖാവ് U കണ്ണൻ സംസാരിക്കും. പ്രിയങ്കരനായ അധ്യക്ഷൻ സഖാവ് S. വിനോദ് കുമാർ, പ്രിയങ്കരായ AIYFന്റെയും AISFന്റെയും സമരസഖാക്കളെ, സുഹൃത്തുക്കളെ, കേരളത്തിലെ 14 ജില്ലകളിലും ഇന്ന് AIYFന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിൽ രാത്രി സമരങ്ങൾ സംഘടിപ്പിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി കേരളത്തിൻ്റെ തെരുവീതികളിൽ ഉൾപ്പെടെ കർഷകരുടെ നേതൃത്വത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങളാണ് നമ്മുടെ ഇതുൾപ്പെടെയുള്ള കർഷക സംഘടനകൾ സംഘടിപ്പിച്ചു വരുന്നത്. ഈ കൊല്ലത്തും ഇതേ വേദിയിൽ തന്നെ കർഷകരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ സത്യാഗ്രഹ സമരം സംഘടിപ്പിക്കുകയും AIYFും AISFും ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളെല്ലാം തന്നെ ഐക്യപ്പെട്ടുകൊണ്ട് ചെറുതും വലുതുമായ പ്രകടനങ്ങളും ഒക്കെ തന്നെ സംഘടിപ്പിച്ച് വരികയാണ്. ഇന്ത്യയുടെ തെരുവീതികളിൽ കർഷകർ ഐതിഹാസികമായ ഉജ്ജ്വലമായ പോരാട്ടത്തിനാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി നേതൃത്വം നൽകി വരുന്നത്. ജനിച്ച മണ്ണിൽ ജീവിക്കുന്നതിന് വേണ്ടി ഉജ്ജ്വലമായ പോരാട്ടമാണ് കർഷകരുടെ നേതൃത്വത്തിൽ ഇന്ന് രാജ്യത്ത് സംഘടിപ്പിക്കപ്പെടുന്നത്. അധികാരത്തിലേറിയ നാൾ മുതൽ തന്നെ എല്ലാ അർത്ഥത്തിലും സമസ്ത മേഖലയിലെയും ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റായി രാജ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാറിത്തീരുന്ന സാഹചര്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. അധികാരത്തിലേറിയ നാൾ മുതൽ തന്നെ രാജ്യത്തെ മനുഷ്യനെ പിന്നെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംഘപരിവാർ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റായി അവർ മാറിത്തീരുകയാണ്. രാജ്യത്തിന്റെ ഏറ്റവും പരമപ്രധാന കേന്ദ്രമായ പാർലമെന്റിനകത്ത് കർഷകർക്കെതിരായി, വിദ്യാർത്ഥികൾക്കെതിരായി, സമസ്ത മേഖലയിലെയും ജനങ്ങൾക്ക് വിരുദ്ധമായ നിലപാടുകൾ പ്രഖ്യാപിക്കുകയും പൗരത്വ ഭേദഗതി പോലെയുള്ള നിയമങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റായി രാജ്യത്തിന്റെ ഭരണാധികാരികൾ മാറിത്തീരുന്ന സാഹചര്യമുണ്ടാകും. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച സഖാക്കൾ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സാഹചര്യമാണ് നമുക്ക് ഇന്ത്യ മഹാരാജ്യത്ത് കാണാൻ കഴിയുന്നത്. അധികാരത്തിലേറിയ നാൾ മുതൽ തന്നെ പറയുകയാണ്, ഇസ്ലാമായി ജനിച്ചവരെല്ലാം പാകിസ്ഥാനിലേക്ക് പോകണം, ക്രൈസ്തവരും മറ്റു മതസ്ഥരുമെല്ലാം ഈ രാജ്യം വിട്ടു പോകണം, ഇത് ഹൈന്ദവന്റെ മാത്രം രാജ്യമാണ് എന്ന്. നമുക്കറിയാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആദ്യത്തെ വാചകം I എന്നോ U എന്നോ അല്ല, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യയുടെ ജനങ്ങളാണ്. അങ്ങനെ ഒരു ഭരണഘടന ഇന്ത്യക്ക്, ഏറ്റവും മനോഹരമായ ഒരു ഭരണഘടന ഇന്ത്യക്കുണ്ട്. എന്നാൽ ആ ഭരണഘടനയെ തന്നെ വെല്ലുവിളിക്കുന്നു, ആ ഭരണഘടന തന്നെ തിരുത്തി എഴുതാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇപ്പൊ നമുക്കറിയാം, ഈ കൊറോണ കാലത്ത് തന്നെ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി
അത്തരം കോർപ്പറേറ്റുകൾക്ക് ഇന്ത്യ മഹാരാജ്യത്തെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ തീരെഴുതി കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ത്യ മഹാരാജ്യത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞത്. പ്രതിഷേധങ്ങളും പ്രതിരോധങ്ങളും ഈ കൊറോണയുടെ മറവിൽ ഉയരില്ല എന്ന് കരുതി കോർപ്പറേറ്റുകൾക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളെ തീരെഴുതി കൊടുക്കുന്ന അദാനിയുടെയും അംബാനിയുടെയും ഗവൺമെന്റായി രാജ്യത്ത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് മാറിത്തീരുന്ന സാഹചര്യത്തിൽ വലിയ പ്രക്ഷോഭ സമരങ്ങൾ ഈ രാജ്യത്തിന്റെ തെരുവീതികളിൽ ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. പൗരത്വ ഭേദഗതി നിയമമെന്ന് പറയുന്ന പുതിയ ഒരു നിയമം കൊണ്ടുവന്ന് രാജ്യത്തെ മനുഷ്യനെ ഭിന്നപ്പിന്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇസ്ലാമായും ഹിന്ദുവായും ക്രൈസ്തവനായും ജാതിയുടെയും മതത്തിന്റെയും പേര് പറഞ്ഞ മനുഷ്യനെ എണ്ണി വേർതിരിച്ചു മാറ്റി നിർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണാധികാരിയായി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മാറിത്തീരുന്ന സാഹചര്യമുണ്ടായി. ഉന്നത സർവകലാശാലകളെ ഭയമാണ്. അധികാരത്തിലേറിയ നാൾ മുതൽ തന്നെ സർവകലാശാലകളെയെല്ലാം തങ്ങളുടെ ചെൽപ്പടിക്ക് നിർത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ എത്രയോ സർവകലാശാലകളിൽ നാം കണ്ടു. ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉൾപ്പെടെ സംഘപരിവാർ അജണ്ടകൾ നടപ്പിലാകുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ കനയ്യകുമാർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി നേതാക്കന്മാരെ അടിച്ചമർത്താനും ഇല്ലാതാക്കാനും ശ്രമിക്കുന്ന ഭരണാധികാരികളായി ഈ രാജ്യത്തിന്റെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഭരണാധികാരികൾ മാറിയപ്പോൾ രാജ്യത്ത് വീണ്ടും സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആസാദിയുടെ മുദ്രാവാക്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കനയ്യകുമാറിന്റെ നേതൃത്വത്തിൽ ആസാദിയുടെ ഗീതങ്ങളുമായി സ്വാതന്ത്ര്യം എന്നർത്ഥം വരുന്ന ആസാദിയുടെ മുദ്രാവാക്യങ്ങളുമായി ഈ രാജ്യത്തിന്റെ തെരുവീതികളിലേക്ക് വിദ്യാർത്ഥികൾ ഇറങ്ങിത്തിരിക്കുന്ന സാഹചര്യമുണ്ടായി നാം കണ്ടതാണ്. ആ വിദ്യാർത്ഥികളെ നരേന്ദ്രമോദിക്കും കൂട്ടാളികൾക്കും ഭയമാണ്. രാജ്യത്തെ സ്ത്രീകളെ അവർക്ക് ഭയമാണ്. രാജ്യത്തെ മതേതരത്വ സങ്കല്പങ്ങളിൽ വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും അവർക്ക് ഭയമാണ്. രാജ്യത്തെ ജനാധിപത്യ വ്യവസ്ഥിതിയെ അവർക്ക് ഭയമാണ്. അങ്ങനെ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും എല്ലാം ഭയക്കുന്ന ഒരു ഭരണാധികാരിയായി നരേന്ദ്രമോദിയുടെ ഭരണം മാറുമ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം ഒരു നിയമം കൂടി പാസാക്കുന്നു. അതിനു മുൻപായി നമുക്കറിയാം, വിദ്യാഭ്യാസ രംഗത്ത് പുതിയ കാവ്യവൽക്കരണത്തിന്റെ പാതകൾ വെട്ടിത്തുറക്കുന്ന വിദ്യാഭ്യാസ നയം അവർ പാസാക്കുന്ന സാഹചര്യമുണ്ടായി. വിദ്യാർത്ഥി സംഘടനകൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായി നീണ്ടുകൊണ്ട് പറഞ്ഞു, ഈ ബില്ല് പാസാക്കാൻ വേണ്ടി പാടില്ല. ഈ ബില്ല് ഇന്ത്യ മഹാരാജ്യത്തെ വിദ്യാർത്ഥികളെ കാവ്യവൽക്കരണത്തിന്റെ പുതിയ പാതയിലേക്ക് നയിക്കുന്ന ബില്ലാണ്. ഈ ബില്ല് ഇന്ത്യയിലെ വിദ്യാർത്ഥികൾ വരും നാളുകളിൽ ഇന്ത്യയുടെ ചരിത്രം പഠിക്കാൻ കഴിയാത്ത ആളുകളായി മാറാൻ വേണ്ടി പോവുകയാണ്. ഇന്ത്യയുടെ ചരിത്രം RSSന്റെ ചരിത്രമല്ല എന്ന് ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച ആളുകൾ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ബ്രിട്ടീഷുകാരന് വേണ്ടി ബ്രിട്ടീഷുകാരന്റെ ഒത്താശയോടുകൂടി തന്നെ ബ്രിട്ടീഷുകാരന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുക്കുന്നതിന് വേണ്ടി രൂപീകരിച്ച സംഘടനയുടെ പേരാണ് RSS എന്ന് നമുക്കറിയാം. ആ RSSകാരന്റെ അജണ്ടകൾ നടപ്പിലാക്കുന്ന കേന്ദ്രമാക്കി ഇന്ത്യയുടെ പാർലമെന്റിനെ മാറ്റി തീർക്കുമ്പോൾ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഒന്നടങ്കം പറയുകയാണ്, ഇത്തരം ബില്ലുകൾ ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പാടില്ല. ഇത്തരം ബില്ലുകൾ ഒരിക്കലും പാർലമെന്റിനകത്ത് ഇന്ത്യ പോലെയൊരു മഹാരാജ്യത്ത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടി പാടില്ല എന്ന് പറയുമ്പോൾ അതിനെ എന്നും കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് ഇത്തരം ബില്ലുകൾ പാസാക്കുന്ന സാഹചര്യമുണ്ടാകുന്നു. ഇന്ന് കർഷകർക്കെതിരായി 3 ബില്ലുകൾ പാർലമെന്റിനകത്ത് പാസാക്കിയിരിക്കുന്നു. ആ ബില്ലുകളെ സംബന്ധിച്ച് ഇവിടെ സഖാക്കൾ സൂചിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ഇന്ത്യയിൽ ഉയർന്ന മുദ്രാവാക്യമാണ്. ഇന്ന് ആ മുദ്രാവാക്യത്തിന് ഒരു അർത്ഥവും ഇല്ലാതാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കർഷകനെ പട്ടാളത്തെ ഉപയോഗപ്പെടുത്തി, പോലീസിനെ ഉപയോഗപ്പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ രാജ്യത്തെ ഗവൺമെന്റ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അന്നം തരുന്ന കൈകളെ തെരുവീതികളിൽ ചോരചിന്തേണ്ട സാഹചര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു ഗവൺമെന്റായി മാറപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ജയ് ജവാൻ ജയ് കിസാൻ എന്നൊരു കാലത്ത് ഉയർത്തപ്പെടുത്ത മുദ്രാവാക്യത്തെ ഇന്ന് ആ മുദ്രാവാക്യം ഇല്ലാതാകുന്ന സാഹചര്യമുണ്ടാകുന്നു. നമുക്ക് അന്നം തരുന്ന കൈകൾ ഇന്ന് തെരുവീതികളിൽ കൊടികളേന്തി സമരം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കർഷകരെ തടയുന്നതിന് വേണ്ടി പല ഘട്ടങ്ങളിലും ഈ സമരത്തെ അടിച്ചമർത്തുന്നതിന് വേണ്ടി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ സമരത്തിന്റെ ആദ്യഘട്ടം മുതൽ തന്നെ ശ്രമിക്കുകയുണ്ടായി. നാം കണ്ടതാണ് AISFന്റെ ദേശീയ ജനറൽ സെക്രട്ടറി സഖാവ് വിക്കി മഹേശ്വരി ഉൾപ്പെടെയുള്ള ആളുകൾ പഞ്ചാബിൽ നിന്നെത്തിയ കർഷകർക്കൊപ്പം സമരത്തിന് നേതൃത്വം നൽകുന്നതും അടച്ചിട്ട വഴികൾ വെട്ടിത്തുറന്നുകൊണ്ട് സമരത്തിന് ഐതിഹാസികമായി നേതൃത്വം നൽകുന്നതും നാം കണ്ടതാണ്. ഇന്ത്യ മഹാരാജ്യത്തെ കർഷകർ ഇത്തരത്തിൽ ഒരു വലിയ സമരം സംഘടിപ്പിക്കുമ്പോൾ ആ സമരത്തെ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മാറിയിരിക്കാൻ ഇവിടെ നേരത്തെ
വിനോദ് സഖാവ് സൂചിപ്പിച്ചതുപോലെ ചില കോൺഗ്രസുകാർ മാറിയിരിക്കുന്നത് പോലെ ഇടതുപക്ഷത്തിനോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ AISFനോ AIVFനോ കഴിയുകയില്ല. തീർച്ചയായും കർഷകർ നടത്തിവരുന്ന ഉജ്ജ്വലമായ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യത്തിന്റെ തലസ്ഥാന തെരുവീതികളിൽ പോലും AISFന്റെയും AIVFന്റെയും നേതൃത്വത്തിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഉജ്ജ്വലമായ പോരാട്ടത്തിനാണ് AISFും AIVFും എല്ലാം നേതൃത്വം നൽകി വരുന്നത്. തീർച്ചയായും ആ പോരാട്ടം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ പോരാട്ടമായി മാറാൻ വേണ്ടി പോവുകയാണ്. രക്തരൂക്ഷിതമായ സമരങ്ങൾക്ക് ഇന്ത്യയുടെ മണ്ണ് സാക്ഷിയാകാൻ വേണ്ടി പോവുകയാണ്. വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് നേതൃത്വം നൽകേണ്ടി വരുമെന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലത്തേക്ക് 1947 നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം അർത്ഥപൂർണമാക്കുന്നതിന് വേണ്ടിയുള്ള ഉജ്ജ്വലമായ പോരാട്ടത്തിന് ഇറങ്ങിത്തിരിക്കേണ്ട കാലമായിരിക്കുന്നു സഖാക്കളെ. തീർച്ചയായും കർഷകർ നടക്കുന്ന ഉജ്ജ്വലമായ പോരാട്ടത്തിന് ഐക്യപ്പെട്ടുകൊണ്ട് AIVF സംഘടിപ്പിച്ചിട്ടുള്ള ഈ രാത്രി സമരത്തിന് AISFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഇവിടെ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും ഹൃദയത്തോട് ചേർത്ത് നിർത്തി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. വിപ്ലവ അഭിവാദനങ്ങൾ. ലാൽ സലാം സഖാക്കളെ.